ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചക്രവാതം, അധ്യായം 34. ഡെന്നിച്ചൻ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ദിവസമായതിനാൽ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വീടിനപ്പുറത്ത് റോഡരികിൽ വന്നു നിന്നത്. ഷീബ മേരി പീറ്ററും കൂട്ടുകാരി ജൂലിയയും ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി. ദാ കാണുന്നതാ വീട്. ഓട്ടോറിക്ഷക്കാരൻ ഡെന്നിച്ചൻ്റെ വീട് കാട്ടിക്കൊടുത്തു. ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം ഷീബ മേരി പീറ്ററും ജൂലിയ ജോർജും കൂടി വീട്ടുമുറ്റത്തേക്ക് വന്നു. ജാനറ്റാണ് ആദ്യം അവരെ കണ്ടത്. ഡെന്നിച്ചേട്ടൻ്റെ വീടല്ലേ? ജൂലിയ ജാനറ്റിനോട് ചോദിച്ചു. അതെ. എടാ ഡെന്നിച്ച, ദേ ആരാണ്ട് വന്ന് നിന്നെ തിരക്കണ, ജാനറ്റ് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ഡെന്നിച്ചൻ കട്ടിൽ നിന്ന് ചാടിയെണീറ്റ് വാതിൽക്കൽ വന്നു നോക്കി. ഷീബ മേരി പീറ്ററെ കണ്ടതും അവൻ്റെ കണ്ണഞ്ചിപ്പോയി. തവള ചാടും പോലെ അവൻ പിന്നോട്ടൊരു ചാട്ടം ചാടി. ഒരു ട്രൗസർ മാത്രമായിരുന്നു അവൻ്റെ വേഷം. ക്ഷണം നേരം കൊണ്ട് മുണ്ടുടുത്ത് ടീഷർട്ടിട്ട് അവൻ തിണ്ണയിലിറങ്ങി. ചമ്മലോടെ മുറ്റത്തു നിന്ന യുവതികളോട് പറഞ്ഞു, കയറിയിരിക്കുക. പെൺകുട്ടികളും ചൂളി നിൽക്കുകയായിരുന്നു. രണ്ടുപേരും തിണ്ണയിലേക്ക് കയറിയപ്പോഴേക്കും ഡെന്നിച്ചൻ കസേര വലിച്ചു നിരക്കി പാകമാക്കി ഇട്ടുകൊടുത്തു. എങ്ങനെ വീട് കണ്ടുപിടിച്ചു? ഡെന്നിച്ചൻ അത്ഭുതപ്പെട്ടു. ഓട്ടോക്കാർക്ക് അറിയാമല്ലോ, ജൂലിയ പറഞ്ഞു. ഒന്ന് വിളിച്ചു പറയണ്ടേ വരുവാണെന്ന്? ഞെട്ടിപ്പോയല്ലോ, ഡെന്നിച്ചൻ പരിഭവിച്ചു. ഞങ്ങൾ കണ്ട്, ഷീബ പരിഹസിച്ചു. എന്തു കണ്ട്? ഞെട്ടിയത്. അത്രയുള്ളോ? ഞാനോർത്തു. ഡെന്നിച്ചന് ചിരി വന്നു. ഇതാരാ, പെങ്ങളാ? ജാനറ്റിനെ നോക്കി ജൂലിയ തിരക്കി. എൻ്റെ ചേച്ചിയാ, ജാനറ്റ്. ഷീബയും ജൂലിയയും ജാനറ്റിന് നേർക്ക് പുഞ്ചിരിച്ചു. നീ ഇവരെ എനിക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സാ, ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഇത് ഷീബ, അത് ജൂലിയ, ഡെന്നിച്ചൻ പരിചയപ്പെടുത്തി. ഫ്രണ്ട്സെന്ന് വെച്ചാൽ എവിടെയുള്ളതാ? എങ്ങനത്തെ ഫ്രണ്ട്സ്? ജാനറ്റ് തിരക്കി. ഫേസ്ബുക്ക്, വാട്സാപ്പ്. പിന്നെ ഷീബയുടെ വീട് അർത്തുങ്കല. ഞാൻ ജോലി ചെയ്യുന്ന പ്രീമിയറിൻ്റെ തൊട്ടടുത്ത്. നിന്നെ കാണാൻ വന്നതാണോ? പിന്നെ ചേച്ചിയെ കാണാനാണോ? ഡെന്നിച്ചൻ നീരസത്തിൽ ചോദിച്ചു. അതോടെ ജാനറ്റ് രംഗത്ത് നിന്ന് പിൻവലിഞ്ഞു. അമ്മയും വെല്ലുമ്മച്ചിയും ഒക്കെ കാണണ്ടേ? വാ. ഡെന്നിച്ചൻ അവരെ രണ്ടുപേരെയും വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എമിലി തെല്ലൊരു സംശയത്തിലാണ് രണ്ടു പെൺകുട്ടികളെയും വീക്ഷിച്ചത്. ശങ്കയേതുമില്ലാതെ പെൺകുട്ടികൾ പരിചയക്കാരൻ്റെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു. അമ്മച്ചിയെ, ഉള്ള സത്യം പറയാലോ, ഈ ഷീബയും ഡെന്നിസ് ചേട്ടനും തമ്മിൽ ഇഷ്ടത്തില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞ് മനസ്സ് വെച്ചോണ്ടിരുന്ന ഇവളെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടു പോകും. വീടും വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെട്ടിരുന്ന ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിച്ച് ചെയ്യാമല്ലോ. അത് എമിലിക്ക് ഇഷ്ടപ്പെട്ടു. കള്ളത്തരമൊന്നുമില്ല. നേരെ വന്ന് കാര്യം പറഞ്ഞു. ഇത്രയെങ്കിലും ധൈര്യം പെൺകുട്ടികൾക്ക് വേണം എന്നും തോന്നി. സ്വന്തം വീട്ടിലും ഇതുപോലെ തൻ്റെ അടുത്തോടെ കാര്യം പറഞ്ഞോ? എമിലി ചോദിച്ചു. ഇല്ല, അവിടെ പറഞ്ഞിട്ടില്ല, ഷീബ മേരി പറഞ്ഞു. അവിടല്ലേ ആദ്യം പറയേണ്ടത്. കൊച്ചിൻ്റെ അപ്പനും കൂട്ടുകാരും സമ്മതിക്കണ്ടേ? അവിടെ സമ്മതമാണെങ്കിലും അല്ലെങ്കിലും പ്രശ്നമല്ല. അവിടല്ലല്ലോ ഞങ്ങൾ താമസിക്കേണ്ടത്, ഇവിടല്ലേ. ഇവിടുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പ്രശ്നമാ, ജൂലിയ പറഞ്ഞു. അതും ശരിയാണല്ലോ എന്ന് എമിലി ഓർത്തു. ഡെന്നിച്ചന് വയസ്സ് 26 കഴിഞ്ഞു. പുരുഷൻ കല്യാണം കഴിക്കേണ്ട പ്രായം. പെണ്ണ് 23-ലെങ്കിലും കല്യാണം കഴിക്കണമെന്നാണ് എമിലിയുടെ ധാരണ. ഇവിടെ ഒരു പെണ്ണ് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽപ്പുണ്ട്, അതും കൂടി നോക്കണം, എമിലി പറഞ്ഞു. ഇതെന്താ, നിങ്ങൾ രണ്ട് പെൺപിള്ളേര് കല്യാണാലോചനയ്ക്ക് വന്നതാണോ? കുഞ്ഞിൻ്റെ മൂക്കത്ത് വിരൽ വെച്ച് ആശ്ചര്യപ്പെട്ടു. അല്ലെന്നേ, ഡെന്നീസ് ചേട്ടൻ്റെ വീടൊന്ന് കാണണമെന്ന് തോന്നി. വീട് മാത്രമല്ല, വീട്ടുകാരെയും. വേറെ ഒരു ദുരുദ്ദേശവുമില്ല. ചോദിച്ചപ്പോൾ തുറന്നു പറഞ്ഞെന്നേയുള്ളൂ, ജൂലിയ വെളിപ്പെടുത്തി. വാസ്തവത്തിൽ ജൂലിയയുടെ തൻ്റെ ഇടത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. അവൾക്ക് ആരെയും ഭയമില്ല. ചീവീടാണ്, എപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അവളുടെ ധൈര്യമാണ് ഷീബ മേരിയുടെയും ധൈര്യം. ജൂലിയയാണ് അവളെ കൂടി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങളുടെ വീട് ഏതാ? കുഞ്ഞെന്നെ തിരക്കി. ഷീബയുടെ വീട്ടുപേര് കൊല്ലംപറമ്പിൽ. ഇവളുടെ പപ്പയെ എല്ലാവരും അറിയും. അർത്തുങ്കൽ ഇറച്ചിക്കട നടത്തുന്ന പീറ്ററില്ലേ? ഓ, എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാ അമ്മേ? എമിലി ചോദിച്ചു. എടി, നമ്മൾ പള്ളിയിൽ പോകുമ്പം കാണത്തില്ലേ, ഷർട്ടിടാതെ നിന്നുകൊണ്ട് ഇറച്ചി വെട്ടുന്ന, മേല് മുഴുവൻ പോത്തിൻ്റെ പോലെ കറുത്ത രോമമുള്ള ഒരാൾ, കുഞ്ഞെന്നെ പറഞ്ഞു. അയ്യോ, എൻ്റെ അപ്പനെയാണോ പറഞ്ഞേ? ഷീബ മേരി ചൂളിപ്പോയി. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. കുഞ്ഞെന്നെയും അബദ്ധം പറ്റിയ പോലെയായി. ഞങ്ങളിവിടുത്തെ കടപ്പുറം പോയി കണ്ടോട്ടെ, ഡെന്നീസ് ചേട്ടനെയും കൂട്ടിക്കൊണ്ട്? ജൂലിയ എമിലിയോട് അനുവാദം ചോദിച്ചു. അതിനെന്താ ഇപ്പോൾ, പോയിക്കോ.
ഉടൻ തന്നെ പെൺകുട്ടികൾ രണ്ടുപേരും ഡെന്നിച്ചനെയും കൂട്ടി ചെല്ലിക്കടപ്പുറത്തേക്ക് പോയി. ഞായറാഴ്ചയായതിനാൽ കടപ്പുറത്ത് സഞ്ചാരികളുണ്ടായിരുന്നു. കാറിൽ വന്ന കുടുംബങ്ങൾ, ആൺകുട്ടികളുടെ സംഘങ്ങൾ, മുതിർന്നവരുടെ ചങ്ങാതിക്കൂട്ടങ്ങൾ. തെങ്ങിൻതോപ്പിലെ തണലുകളിൽ തകൃതിയായി ചീട്ടുകളി നടക്കുന്നുണ്ട്. മാരാരി ബീച്ച് പോലെ ഇതും കാണാൻ നല്ല രസമാണല്ലോ, ഷീബ മേരി പറഞ്ഞു. വേണമെന്ന് വെച്ചാൽ എന്നും കാണാമല്ലോ. പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ മതി. ജൂലിയ നമ്പറിട്ടു. പെട്ടെന്ന് നടക്കത്തില്ല, എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിയണം, ഡെന്നിച്ചൻ പറഞ്ഞു. അവർ കടൽക്കരയിൽ അങ്ങിങ്ങ് ചുറ്റി നടന്നു. എനിക്ക് വീട്ടിൽ പോകണം. നിങ്ങൾക്ക് സമയം പോണതറിയത്തില്ല. എൻ്റെ കാര്യം അങ്ങനല്ലല്ലോ, ജൂലിയ പറഞ്ഞു. വാസ്തവത്തിൽ ആ കടപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല. അല്പം ചെളിനിറം കലർന്ന പൂഴിമണൽ, കുറച്ചകലെ പുലിമുട്ട്, തീരക്കടലിൽ സഞ്ചരിക്കുന്ന പൊന്തുകൾ, വള്ളങ്ങൾ. പക്ഷേ ഈ കടപ്പുറം മറ്റേത് ബീച്ചിനേക്കാൾ ഭംഗിയുള്ളതാണെന്ന് ഷീബ മേരിക്ക് തോന്നി. ഇതുവരെ ദർശിച്ചിട്ടില്ലാത്തൊരു മനോഹാരിത ഈ കടപ്പുറത്തിനുണ്ടെന്ന് ഡെന്നിച്ചനും ബോധ്യപ്പെട്ടു. പുലിമുട്ട് വരെ നടന്നിട്ട് അവർ തിരിച്ചു വന്നു. ഈ കടപ്പുറത്ത് ഒരു വീട് വെക്കണം, കണ്ണാടി ഭിത്തികളുള്ള വീട്. എങ്ങോട്ട് നോക്കിയാലും കടലും ബീച്ചും. എന്ത് രസമായിരിക്കും, ഷീബ മേരി അഭിപ്രായപ്പെട്ടു. ഹണിമൂണൊക്കെ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ രാത്രി ടോർച്ചുമായിട്ട് വരും, ജൂലിയ പറഞ്ഞു. പോടി അവിടുന്ന്, നാണം കെട്ട ജന്തു, ഷീബ മേരി അവളുടെ കൈത്തണ്ടയിൽ അള്ളിപ്പിടിച്ചു നുള്ളി. മനസ്സില്ലാ മനസ്സോടെയാണ് അവർ കടപ്പുറത്തു നിന്ന് തിരിച്ചുപോയത്. ചേന്നവേലയ്ക്ക് പോയ ആഞ്ചലോസ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഡെന്നിച്ചൻ തൻ്റെ അപ്പനെയും ഷീബ മേരിക്ക് പരിചയപ്പെടുത്തി. ആഞ്ചലോസ് വെറുതെ ചിരിച്ചതേയുള്ളൂ. ഷീബ മേരിക്ക് ആ കുടുംബത്തിലെ അംഗങ്ങളോടെല്ലാം നല്ല പരിചയം തോന്നി. അത് ഡെന്നിച്ചനോടുള്ള ഇഷ്ടത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. എമിലി അവർക്കു വേണ്ടി ചായയിട്ടു. ഈ പ്രണയം സഫലമാകുമോ ദുരന്തമാകുമോ, കുട്ടിക്കളിയാണോ എന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഷീബ മേരി പീറ്റർ എന്ന പെൺകുട്ടി തൻ്റെ മകൻ്റെ ഭാര്യയായി വന്നേക്കാം. പഴയ കാലമല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും സ്വയം അവരുടെ ഇണയെ കണ്ടെത്തുകയാണ്. ചായ കുടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഷീബ മേരിയും ജൂലിയയും പോയി. ഓട്ടോ സ്റ്റാൻഡ് വരെ ഡെന്നിച്ചൻ അവരെ കൊണ്ടുപോയി വിട്ടു. അവൻ തിരികെ വന്നപ്പോൾ എമിലിയും കുഞ്ഞന്നയും ജാനറ്റും അവൻ്റെ ചുറ്റും കൂടി. നീ അവരെ ക്ഷണിച്ചിട്ടില്ലേ അവർ വന്നത്, എമിലി ചോദിച്ചു. അയ്യോ, നമ്മുടെ വീടും വീട്ടിലുള്ളവരെയും കാണണമെന്ന് ഷീബ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓർക്കാപ്പുറത്ത് കയറി വന്ന് ഞെട്ടിക്കുമെന്ന് വിചാരിച്ചില്ല. എപ്പോഴും പറയാൻ നീ എപ്പോഴും അവളെ കാണാറുണ്ടോ, ജാനറ്റ് ചോദിച്ചു. പ്രീമിയറിൻ്റെ മതിലിൻ്റെ തൊട്ടപ്പുറ അവളുടെ വീട്. മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നോണ്ട് എന്നും സംസാരിക്കുമോ നിങ്ങൾ? എൻ്റെ ചേച്ചി, അതിനല്ലേ ഫോൺ. അവർ കാശുള്ള കൂട്ടരല്ലേടാ, കുഞ്ഞെന്നെ തിരക്കി. പൈസയൊക്കെ ഉണ്ട്. എത്ര കാലമായിട്ട് ഇറച്ചി കച്ചവടം നടത്തുന്നതാ, ഡെന്നിച്ചൻ പറഞ്ഞു. അവർ സമ്മതിക്കോ അവരുടെ പെണ്ണിനെ നിന്റെ കൂടെ വിടാൻ? സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അറിയാമല്ലേ, സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേടാ. പ്രശ്നമാണോയെന്ന് ചോദിച്ചാ എന്തിനാ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ കയറി പിടിക്കണത്? വേണ്ടാത്തതാണോ അമ്മ? വേണമെന്ന് തോന്നിയിട്ടല്ലേ? ഞാനൊന്നും പറയുന്നില്ല. എമിലി ആ വിഷയം അവസാനിപ്പിച്ചു. കടലിൽ പണി കുറഞ്ഞപ്പോൾ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഡെന്നിച്ചൻ കരയ്ക്ക് പണി തേടിപ്പോയത്. പലയിടത്തും പല ജോലികളും ചെയ്തു. അതിനിടയിൽ അർത്തുങ്കലിന് സമീപമുള്ള പ്രീമിയർ റബ്ബർ കമ്പനിയിൽ ദിവസക്കൂലിക്ക് ജോലിക്ക് കയറി. ഡ്രൈവിംഗ് പഠിച്ചു വച്ചിരുന്നത് അവിടുത്തെ ജോലിക്കിടയിൽ അനുഗ്രഹമായി. കമ്പനി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആൾ ഗൾഫിലേക്ക് പോയപ്പോൾ ഡെന്നിച്ചന് ഡ്രൈവറായി കയറ്റം കിട്ടി. റബ്ബർ മാറ്റുകൾ മിനി ലോറിയിൽ കയറ്റി കേരളത്തിലെ വിവിധ പട്ടണങ്ങളിൽ എത്തിക്കുക എന്നതാണ് ജോലി. ഓട്ടമില്ലാത്തപ്പോൾ ഡെന്നിച്ചൻ മൊബൈലും തോണ്ടി പാട്ടും കേട്ട് മിനി ലോറിയുടെ ക്യാബിനിലിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്പനിയുടെ മതിൽക്കെട്ടിനപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടത്. തലതിരിച്ചു നോക്കുമ്പോൾ പൂവിടർന്ന പോലൊരു മുഖം. ക്യാബിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവളെ നോക്കി മതിമറന്നിരുന്നു. അവൾ ഏതൊക്കെയോ കുട്ടികളുമായി കളിക്കുകയോ ഇടയ്ക്ക് ശണ്ട കൂടുകയോ ഒക്കെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മറ്റുള്ളവർ ഓടിപ്പോയ ശേഷം അവൾ അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടിക്കൊണ്ട് മുഖം തിരിച്ചപ്പോൾ അവൻ കണ്ണും വയ്ക്കാതെ നോക്കിയിരിക്കുന്നത് കണ്ടു. അവളുടെ നെറ്റി ചുളിഞ്ഞു, കണ്ണുകൾ ചുരുങ്ങി ചെറുതായി. പിന്നെ അനിഷ്ടം പ്രകടിപ്പിച്ച് മുഖം വെട്ടിച്ച് നടന്നുപോയി. ഡെന്നിച്ചന് അത് കണ്ട് ചിരി വന്നു. പിന്നീട് പലപ്പോഴും അവളെ മതിലിനപ്പുറത്ത് കണ്ടു. കാണുമ്പോഴെല്ലാം ഡെന്നിച്ചൻ പുഞ്ചിരിക്കും. അവൾ മുഖം വെട്ടിച്ച് മാറിക്കളയും. കമ്പനി വണ്ടിക്ക് ഓട്ടമില്ലാത്ത ദിവസങ്ങളിൽ ഡെന്നിച്ചൻ്റെ ഇരിപ്പ് ക്യാബിനിൽ തന്നെയായി. നോട്ടം വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചി പോലെ മതിലിനപ്പുറത്തേക്കും. ഒരു ദിവസം എവിടെയോ പോകാൻ വേണ്ടി ഷീബ അണിഞ്ഞൊരുങ്ങി വെളിയിലിറങ്ങിയപ്പോൾ ഡെന്നിച്ചൻ നോക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ദേഷ്യത്തിൽ ആംഗ്യഭാഷയിൽ എന്താ എന്ന് ചോദിച്ചു. ഡെന്നിച്ചൻ അവളെ നോക്കി
ആംഗ്യ ഭാഷയിൽ തന്നെ നല്ല ഭംഗിയായിരിക്കുന്നു എന്ന് കൈമുദ്ര കാട്ടി പോടാ എന്നൊരു ശബ്ദമില്ലാത്ത ആട്ടായിരുന്നു പ്രതികരണം. ഡെന്നിച്ചൻ അപ്പോഴും പുഞ്ചിരിച്ചു. ഒരു ദിവസം ആരോടോ വഴക്കിട്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ മതിലിനപ്പുറം കിണറിൻ്റെ ആൾമറയിൽ ചാരി നിന്നു. ഡെന്നിച്ചൻ അവളുടെ കരച്ചിൽ നോക്കിക്കൊണ്ട് മിനി ലോറിയുടെ ക്യാബിനിലിരുന്നു. അവൾ കണ്ണു തുടച്ച് മൂക്ക് ചീറ്റി വീണ്ടും ഏങ്ങലടിച്ച് നോക്കുമ്പോൾ ഡെന്നിച്ചൻ എന്താ? അവളുടെ ദേഷ്യത്തിന് ശബ്ദമുണ്ടായി. ഒന്നുമില്ലെന്ന് ഡെന്നിച്ചൻ ചുമൽ കൂച്ചി. അവൾ കരച്ചിൽ നിർത്തി. എന്തിനാ തുറച്ചു നോക്കുന്നേ? നീ കരയുമ്പോഴും കാണാൻ നല്ല ഭംഗിയാ. നിർത്തണ്ട, കരഞ്ഞോ. അവൾ മുഖം കൂർപ്പിച്ച് ഉഗ്രമായി നോക്കി കണ്ണും മുഖവും തുടച്ചു. വെട്ടിത്തിരിഞ്ഞ് ഒറ്റ നടത്തം. അപ്പോഴും ഡെന്നിച്ചന് ചിരി വന്നു. അടുത്ത ദിവസം ഡെന്നിച്ചൻ തൻ്റെ കണ്ണിൻ്റെ എല്ലാ റഡാറുകളും മതിലിനപ്പുറത്തേക്ക് തിരിച്ചു വച്ചിരിക്കെ ഒരു ജനലിൽ അവളുടെ മുഖം പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ അത് മറഞ്ഞു. കുറെ കഴിഞ്ഞ് പിൻവാതിൽ പാതി തുറന്ന് അവൾ നോക്കുന്നത് കണ്ടു. പിന്നെ തന്നെ കാണാത്ത മട്ടിൽ പിൻമുറ്റത്തേക്ക് അവിടെവിടെ എന്തോ തിരയുന്നതായി ഭാവിച്ച് ചുറ്റി നടന്നു. ഇടയ്ക്ക് കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ ഡെന്നിച്ചിൻ്റെ നെഞ്ചിൻകൂടിനുള്ളിൽ ഷോക്കടിച്ച പോലൊരു പിടുത്തം. അവളുടെ മിഴികളിൽ നിന്ന് ഒരു കാന്തിക വൈദ്യുതി തരംഗം ലേസർ രശ്മി പോലെ പാഞ്ഞു വന്ന് തൻ്റെ കണ്ണിലേക്ക് തുളച്ചു കയറിയെന്ന് അവന് മനസ്സിലായി. പെണ്ണിൻ്റെ മുഖത്ത് ഒരിത്തിരി നാണം. കടൽ ശോഭിക്കുമ്പോൾ തിരവന്ന് കരയിലിടിക്കുന്ന പോലെ ഡെന്നിച്ചൻ്റെ നെഞ്ചടി അതിശക്തമായി. ഓരോ ഇടുപ്പിലും അവൻ്റെ ഉടൽ പ്രകമ്പനം കൊണ്ടു. അവൾ ചുറ്റിത്തിരിഞ്ഞ് കിണറിനരികെ വന്നപ്പോൾ അവൻ സകല ധൈര്യവും സംഭരിച്ച് ക്യാബിനു വെളിയിലേക്ക് തല നീട്ടി മതിലിനപ്പുറത്തേക്ക് ചോദ്യമെറിഞ്ഞു. ഇന്ന് കരച്ചിലില്ലേ? അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് അവനെ നോക്കി. അവൻ എന്തെങ്കിലും ചോദിക്കാൻ കാത്തിരിക്കുന്ന പോലെയായിരുന്നു അത്. എന്താ? അത് കാണാൻ നല്ല രസാ. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിമിഷങ്ങളോളം നിന്നു. പിന്നെ അവൾക്ക് തന്നെ ആദ്യം നാണം വന്നു. തല താഴ്ത്തി. അല്പം കഴിഞ്ഞ് മുഖം ചെരിച്ച് ഒരു നോട്ടം നോക്കി. അതൊരു സന്ദേശമായിരുന്നു. അതിൽ എല്ലാം അടങ്ങിയിരുന്നു. പിന്നെ അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഡെന്നിച്ചിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. രാത്രി എഴുന്നേറ്റ് മുറ്റത്തുപോയി ആകാശത്തേക്ക് നോക്കി നിന്നു. പോരാ, അവന് നിൽക്കാൻ സ്ഥലം തികയുന്നില്ല. വാമനനെ പോലെ ഒരു ചുവടളന്ന് 2 ചുവടളന്ന് കടപ്പുറത്തെത്തി. 3-ാം ചുവട് കടലിലേക്കാണ്. കരയിൽ സ്ഥലം ബാക്കിയില്ല. വിജനമായ കടപ്പുറത്തുകൂടി തിരയിൽ ചവിട്ടി അവൻ പുലിമുട്ട് വരെ ഓടി. അവിടുന്ന് തിരിച്ചും പാഞ്ഞു. ഒടുവിൽ കിതച്ചും കൊണ്ട് നിന്നു. അവൻ്റെ കാൽമുട്ടുകളിൽ കടലിടിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഉദിച്ചുയർന്ന സ്നേഹസൂര്യനാണ് ഇപ്പോൾ പ്രഭാതം പിന്നിട്ട് കുതിക്കുന്നത്. ഇനി ഡെന്നിച്ചന് പിന്മാറാൻ വയ്യ. അവനറിയാം, കൊല്ലംപറമ്പിൽ പീറ്റർ ഇറച്ചിവെട്ടുകാരനാണെങ്കിലും പണക്കാരനാണ്. വലിയ വീടിൻ്റെയും കാറിൻ്റെയും ഉടമയാണ്. വളർത്തുമൃഗങ്ങളുടെ ആരാച്ചാരുമാണ്. അധ്യായം 35. ഡെന്നിച്ചൻ കടപ്പുറത്ത് അവൻ്റെ 2 കൂട്ടുകാരുമൊത്ത് മൊബൈൽ ഫോണിൽ വാട്സപ്പും ഫേസ്ബുക്കുമൊക്കെ കണ്ടും കാണിച്ചും ഷെയർ ചെയ്തും ഇരിക്കുകയായിരുന്നു. കുറച്ചകലെ മാറി തെങ്ങിൻ തണലിനും ടാർപോളിൻ ഷെഡിലുമിരുന്ന് പണിയില്ലാത്ത മത്സ്യത്തൊഴിലാളികൾ ചീട്ട് കളിക്കുന്നുണ്ട്. തീരക്കടലിൽ ചില വള്ളങ്ങൾ നങ്കൂരമിട്ട് കിടപ്പുണ്ടായിരുന്നു. കടപ്പുറത്ത് അവിടെവിടെ പണിയില്ലാത്ത വള്ളങ്ങൾ കയറ്റി വച്ചിട്ടുണ്ട്. ശാലോം വള്ളത്തിൻ്റെ തണലിലാണ് ഡെന്നിച്ചനും കൂട്ടുകാരും ഇരിക്കുന്നത്. തീരത്ത് വെയിൽ മങ്ങി. കാക്കകൾ ചേക്കേറാൻ കരഞ്ഞുകാറി അന്തരീക്ഷം ശബ്ദമുഖരിതമാക്കി. കടൽക്കൊക്കുകൾ ആകാശത്ത് വിമാനത്തിൻ്റെ പാറ്റേണിൽ പറന്നുപോയിക്കൊണ്ടിരുന്നു. പടിഞ്ഞാറ് സൂര്യൻ ചെന്തി തളുകയായി. ഡെന്നിച്ചനും കൂട്ടുകാരും ഇരുന്നിടത്തേക്ക് 4-5 പേർ നടന്നു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുത്തോട്ടാണല്ലോ വരവ്. ജോണി സംശയത്തിൽ ഡെന്നിച്ചനെ നോക്കി. ഡെന്നിച്ചനും അവരെ തന്നെ നോക്കുകയായിരുന്നു. അവന് പന്തികേട് തോന്നി. അവൻ്റെ തോന്നൽ ശരിയായിരുന്നു. വള്ളത്തിൻ്റെ അമരത്തിനു കീഴിൽ വന്നിട്ട് കൂട്ടത്തിലൊരുവൻ ചോദിച്ചു, ആരാടാ ഡെന്നിച്ചൻ? മറുപടി പറയാതെ കൂട്ടുകാർ പരസ്പരം നോക്കി. വന്നവരിൽ ഒരുവൻ ജോണിയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ശക്തിയായി ഉരച്ചുകൊണ്ട് ചീറി. നീയാണോടാ? ഞാനല്ല. പിന്നെ ആരാ? ജോണിയുടെ മുഖത്തടിക്കാനായി അയാൾ മുഷ്ടി വാങ്ങി. ദാ ഇവനാ. ജോണി പറഞ്ഞതും അവൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നവൻ പിടിവിട്ടു. ഓ, നീയാണല്ലേ. നീ ഇങ്ങ് വന്നേടാ മോനെ. കൂട്ടത്തിലൊരുവൻ ഡെന്നിച്ചൻ്റെ തോളത്ത് കൈയിട്ട് വള്ളത്തിനപ്പുറത്തേക്ക് നടത്താൻ ശ്രമിച്ചപ്പോൾ ഡെന്നിച്ചൻ ചെറുത്തു. നിനക്ക് വരാൻ മടിയാ. നിന്റെ അപ്പൻ വരും, പിന്നെ നീയ. 2 പേർ ചേർന്ന് ഡെന്നിച്ചനെ വള്ളത്തിനപ്പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. പിന്നാലെ മറ്റൊരാളും പോയി. ജോണിയും 2 കൂട്ടുകാരും എന്തു ചെയ്യണമെന്നറിയാതെ ഭീതി പൂണ്ടു നിന്നു. വള്ളത്തിൻ്റെ മറുവശത്ത് നിന്ന് അടിയുടെയും ഇടിയുടെയും ശബ്ദം കേട്ട് അവർ അങ്ങോട്ട് നീങ്ങാൻ ഭാവിച്ചു. അപ്പോൾ മറ്റു 2 പേർ അവരെ തടഞ്ഞു. നിങ്ങളിവിടെ നിന്നാ മതി. അവരുടെ പണി ഇപ്പം കഴിയും. അതുവരെ അനങ്ങല്ല്. അപ്പുറത്ത് 3 പേർ ചേർന്ന് ഡെന്നിച്ചനെ മർദ്ദിക്കുകയാണെന്ന് കൂട്ടുകാർക്കറിയാം.
പക്ഷേ 5 മല്ലന്മാരോട് പൊരുതാനുള്ള ചങ്കുറപ്പും കായികശേഷിയും അവർക്കില്ല. നിർത്താൻ പറ, മതി. എന്തിനാ ഇങ്ങനെ ഒരാളെ തല്ലിച്ചതയ്ക്കണത്? സഹികെട്ട് ജോണി ചോദിച്ചു. മിണ്ടരുത്, ഒച്ച വെച്ച ഇടിച്ച് നിന്റെ മോന്ത പരത്തും. തല്ലാൻ വന്നവരിലൊരാൾ ഭീഷണിപ്പെടുത്തി. മറുവശത്ത് ഡെന്നിച്ചൻ ഇടിയും ചവിട്ടുമേറ്റ് ഒരു റബ്ബർ പ്രതിമ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു. 3 പേർ ചുറ്റും നിന്ന് പുതിരെ തല്ലുകയാണ്. മതി മതി. ഡെന്നിച്ചൻ അവരുടെ നേർക്ക് കൈകൂപ്പി കെഞ്ചി. നിങ്ങളാരാ? എന്തിനാ എന്നെ തല്ലണത്? കൊല്ലം പറമ്പിലെ പെണ്ണിനെ നിനക്കറിയോടെ ചെളുക്കെ? അറിയാം. അവളെ ഏതു വീട്ടിലേക്കാ കെട്ടിച്ചു വിടേണ്ടതെന്ന് നിനക്കറിയോടെ പട്ടി? തുടർന്ന് മുഖമടച്ച അടിയാണ്. വേണ്ടി വന്ന കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനെ കൊണ്ട് കെട്ടിക്കും. അല്ലെങ്കിൽ അറയ്ക്കലോ അമ്പാട്ട് തറയിലോ കെട്ടിക്കും. അങ്ങനെ കൊള്ളാവുന്ന വീട്ടിൽ ചെന്ന് റാണിയെപ്പോലെ വാഴേണ്ട പെണ്ണിനെയാണോടെ തെണ്ടി നീ പ്രേമിക്കാൻ കണ്ടത്? തുടർന്ന് ചെവിക്കരണം പൊട്ടുന്ന ഒരടിയും കൂടി കിട്ടി. ഇപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. കൊല്ലപ്പറമ്പിൽ ആൻ്റപ്പൻ പീറ്ററുടെ മകൾ ഷീബ മേരി പീറ്ററെ പ്രേമിച്ചതിൻ്റെ ശിക്ഷയാണിത്. ആൻ്റപ്പൻ പീറ്ററുടെ ബന്ധുക്കളോ അവരയച്ച ഗുണ്ടകളോ ഒക്കെയാണ് വളഞ്ഞു നിന്ന് മർദ്ദിക്കുന്നത്. വള്ളത്തിനിപ്പുറം നിന്ന ജോണിക്കും രാജേഷിനും സംഗതി പിടികിട്ടി. മറുവശത്ത് അടി കിട്ടുന്ന മുറയ്ക്ക് ഡെന്നിച്ചൻ്റെ ഞരക്കം കേൾക്കാമായിരുന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മുന്നിൽ തടസ്സം നിന്നവനെ തള്ളിമാറ്റി ജോണി വള്ളത്തിൻ്റെ മറുവശത്തേക്ക് കുതിച്ചു. നിർത്തട നായിൻ്റെ മക്കളെ! ജോണി സംഘത്തിന് നേർക്ക് അലറി. ഇനി ഇടിച്ച അവൻ ചത്തുപോകും. നീയൊക്കെ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരുമെടാ. ഡെന്നിച്ചൻ പൂഴിമണലിൽ കുഴഞ്ഞു വീണ് കിടന്നു. നീ ആരടാ ഞങ്ങളോട് കൽപ്പിക്കാൻ? ഒരുത്തൻ ഷർട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റി ജോണിയുടെ കഴുത്തിന് പിടിച്ച് പിന്നോട്ട് തള്ളി. എന്നെ തൊട്ട നിങ്ങൾ വിവരമറിയുമേ. നിങ്ങളുടെ ഇറച്ചിക്കടയും കാണില്ല, വീടും കാണില്ല. കത്തിച്ചു കളയും ഞങ്ങളുടെ കൂട്ടര്. ഞാൻ ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? ജോണി ചെറിഞ്ഞു നിൽക്കുന്നത് കണ്ട് തല്ലാൻ വന്ന സംഘത്തിന് സംശയമായി. അല്ലെങ്കിലും ജോണിയെ തല്ലുക എന്നത് അവരുടെ അജണ്ടയിലുള്ളതല്ല. ഡെന്നിച്ചൻ മാത്രമാണ് അവരുടെ ഇര. മറ്റൊരുത്തിനെ ആളറിയാതെ തല്ലി പുലിവാല് പിടിക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. ജോണിയുടെ കഴുത്തിന് പിടിച്ച് പിന്നോട്ടൊരു തള്ളുകൂടി കൊടുത്തിട്ട് അയാൾ പിൻവാങ്ങി. നിലത്തു കുഴഞ്ഞുകിടന്ന ഡെന്നിച്ചനൊരു ചവിട്ട് കൊടുത്തിട്ട് കൂട്ടത്തിലൊരുവൻ കുനിഞ്ഞ് അവൻ്റെ മുഖത്തിന് നേർക്ക് ആക്രോശിച്ചു. ഇനി നീ അവളെ കാണുവോ മിണ്ടുവോ ചെയ്താ നിന്നെ കൊന്ന് കടലിൽ താത്തിക്കളയും. കേട്ടോടെ പട്ടിയുടെ മോനെ. അടുത്തു നിന്നവൻ ഡെന്നിച്ചൻ്റെ തലയ്ക്കൊരു ചവിട്ട് കൊടുത്തു. അവളെ വിളിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ലേടാ? നിന്നെ കൊന്നു കളയേണ്ടതാ ചെയ്താനെ. നിന്റെ കമ്പനിയിലെ പണി നിർത്തിക്കോ. ഇനി നിന്നെ അർത്തുങ്ക ഭാഗത്തെങ്ങാനും കണ്ട ഇറച്ചിക്കത്തിക്ക് പൂളിക്കളയും നിന്റെ ചങ്കും കരളും. ഓർത്തോ. തല്ലാൻ വന്നവർ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ഇവിടെന്തോ സംഭവം നടക്കുന്നത് കണ്ട് മറ്റാളുകൾ എത്തുമ്പോഴേക്കും ആക്രമണകാരികൾ സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു. തെങ്ങും പറമ്പിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചേർന്നു. ആദ്യം ചില രോഷപ്രകടനങ്ങളൊക്കെ ഉണ്ടായി. അവന്മാരെ വെറുതെ വിടരുത്, തിരിച്ചു തല്ലണം. ഒരാൾ പ്രതികാരരുദ്രനായി. ഇനി എന്ത് ചെയ്യാനാ? അവന്മാരെ 2-3 ബൈക്കിൽ കയറി കടപ്പുറത്തുനിന്ന് കടന്നില്ലേ? മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. ജോണിയും രാജേഷും കൂടി അവിടെ നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു. അവന്മാരെ അർത്തുങ്ക ചെന്ന് അടിക്കണം. അവൻ്റെ കശാപ്പ് കടയ്ക്ക് തീയിടണം. മറ്റൊരാൾ ആക്രമണോത്സുകനായി. കൂട്ടുകാർ ഡെന്നിച്ചനെ താങ്ങി എണീൽപ്പിച്ചു. ഡെന്നിച്ചനെ കൂട്ടുകാരും കടപ്പുറംകാരും ചേർന്ന് താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോയി. അവൻ്റെ ചുണ്ടത്തും മൂക്കിനു താഴെയും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഇടിയേറ്റ് നീര് വന്ന് ചീർത്ത് ഇടതു കണ്ണ് അടഞ്ഞുപോയി. മുഖത്തും നെറ്റിയിലും വേറെയും ക്ഷതങ്ങൾ നീലച്ചു കിടന്നു. വീട്ടിലുള്ളവർ ഡെന്നിച്ചിൻ്റെ അവസ്ഥ കണ്ട് വല്ലാതെ പരിഭ്രാന്തരായി. ഏതെങ്കിലും കൂട്ടുകാരുടെ ബൈക്കിൽ നിന്ന് വീണതോ വണ്ടി മുട്ടിയതോ മറ്റോ ആണെന്ന് കരുതി എമിലി നിലവിളിച്ചു. ഡെന്നിച്ചൻ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ ആളുകൾ തല്ലിയതാണെന്നറിഞ്ഞപ്പോൾ എമിലിയുടെ നെഞ്ചിലെ തീയൊന്നു ക്ഷയിച്ചു. കുറച്ചൊരു നാണക്കേടും തോന്നി. ഇടിയും ചവിട്ടും നല്ലോണം കിട്ടിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോണതാ നല്ലത് കേട്ടാ. മുണ്ടൻ വർഗീസ് ചേട്ടൻ മുന്നറിയിപ്പെന്നോണം പറഞ്ഞു. ഡെന്നിച്ചൻ്റെ ഡ്രസ്സെല്ലാം കീറിപ്പറിഞ്ഞ് നാശമായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് അപ്പോൾ തന്നെ കടപ്പുറംകാരും ഡെന്നിച്ചൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ചെട്ടിക്കാട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡെന്നിച്ചന് പ്രഥമ ശുശ്രൂഷകൾ നൽകി. ക്രൂരമർദ്ദനം, വധശ്രമം എന്നീ വകുപ്പുകൾക്ക് സാധ്യതയുള്ളതിനാൽ അവനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് എല്ലാവരും നിർബന്ധം പിടിച്ചു. അങ്ങനെ ഡെന്നിച്ചൻ ആശുപത്രിയിലായി. എമിലിയുടെ രാഷ്ട്രീയ പരിചയം വെച്ച് പാർട്ടിക്കാരെ കണ്ട് ഒരു പരാതി എഴുതി തയ്യാറാക്കി ഡെന്നിച്ചൻ്റെ കയ്യൊപ്പ് ചാർത്തി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പിറ്റേ ദിവസം അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ വന്ന് ഡെന്നിച്ചനെ കണ്ട് മൊഴിയെടുത്ത് കുത്തിക്കുറിച്ചു പോയി. രാജേഷും ജോണിയും സാക്ഷികളായി പേര് ചേർത്ത് മൊഴി കൊടുത്തു. അതിൻ്റെ പിറ്റേന്ന് ഡെന്നിച്ചനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ക്ഷതങ്ങളും നീരും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
അതിനുള്ള മരുന്നിന് കുറിച്ചു കൊടുത്താണ് ഡോക്ടർ ഡിസ്ചാർജ് എഴുതിയത്. ഡെന്നിച്ചൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കടപ്പുറംകാരുടെ ശൗര്യമെല്ലാം കെട്ടടങ്ങിയിരുന്നു. പകരം വീട്ടണമെന്നും തിരിച്ചു തള്ളണമെന്നും ആവേശം കൊണ്ടവർ താനെ തണുത്തു. ഓ, അത് കഴിഞ്ഞില്ലേ? കിട്ടാനുള്ളത് എന്തായാലും കിട്ടി. ഇനി എന്നെ ചോദിക്കാനും പറയാനുമാ? താന്നിക്കുളം തങ്കപ്പൻ അത് ഒന്നുകൂടി തണുപ്പിച്ചു താഴ്ത്തി. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവരെന്തെങ്കിലും ചെയ്യുമായിരിക്കും. അതിനിടയ്ക്ക് നമ്മളായിട്ട് ഒന്നിനും പോകാതിരിക്കുന്നതാണ് നല്ലത്. പൊതുവെ അതായിരുന്നു മിക്കവരുടെയും അഭിപ്രായം. ഡെന്നിച്ചന് ആകെ നാണക്കേടായി. തല്ലും ഇടിയും ചവിട്ടുമൊക്കെ സഹിക്കാൻ അവൻ തയ്യാറായിരുന്നു. അതിന് ത്യാഗത്തിൻ്റെ പരിവേഷമുണ്ട്. ഷീബ മേരിയോടുള്ള പ്രണയത്തിന് കിട്ടിയ ശിക്ഷയാണെങ്കിൽ ഇതൊന്നും പോരാ. കൈകാലുകൾ അറ്റുപോയാലും അവൻ ഷീബ മേരിയെ തുടർന്നും പ്രേമിക്കുക തന്നെ ചെയ്യും. പക്ഷേ കൂടെ നിൽക്കാൻ വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല. ഡെന്നിച്ചൻ ഏതോ അവിഹിത ബന്ധത്തിലേർപ്പെട്ടതുപോലൊരു പരിഹാസമാണ് എല്ലാവരുടെയും മുഖത്ത്. കുഞ്ഞെണ്ണ പറയുകയും ചെയ്തു, ഡെന്നിച്ച, അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. എൻ്റെ കൊക്കിലൊതുങ്ങിയതുകൊണ്ടാ കൊത്തിയത്. ഡെന്നിച്ചൻ ദേഷ്യപ്പെട്ട് മറുപടിയും പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? നാണം കെട്ടിട്ട് നിനക്ക് വെളിയിലിറങ്ങാൻ പറ്റുവോടാ? മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കണ്ടേ? തൻ്റെ പ്രണയത്തിന് തൻ്റെ കടപ്പുറത്തും തൻ്റെ വീട്ടിൽ പോലും പിന്തുണയില്ലെന്ന് ഡെന്നിച്ചന് ബോധ്യപ്പെട്ടു. ഇത് ഏതു ജാതി മനുഷ്യരാണെന്ന് അവൻ ആശ്ചര്യത്തോടെ ചിന്തിച്ചു. സിനിമയിലോ പത്രവാർത്തയിലോ പ്രണയത്തിനൊരു പ്രതിസന്ധി വന്നാൽ സകലമാനം മനുഷ്യരും ആ പ്രണയത്തെ അനുകൂലിക്കും. എന്നാൽ സ്വന്തം വീട്ടിലോ അയൽപ്പക്കത്തോ സ്വന്തം നാട്ടിലോ ഒരു പ്രണയമുണ്ടായാൽ സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കും. ഡെന്നിച്ചൻ മൊബൈൽ ഫോണിൽ ഷീബ മേരിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും അവളുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അവളുടെ വീട്ടുകാർ ആ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. ചിലപ്പോൾ അവൾക്കും നല്ല തല്ല് കിട്ടിയിട്ടുണ്ടാകാം. ഡെന്നിച്ചന് അവളെ ഒന്ന് കാണണമെന്ന ആഗ്രഹം കലശലായി. അടുത്ത ദിവസം കമ്പനിയിൽ ജോലിക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. രാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ എമിലി വിലക്കി. തല്ല് കിട്ടിയതിൻ്റെ കേട് മാറിയിട്ടില്ല. ഇനിയും തല്ലുകൊള്ളാൻ പോവാണോ? ജോലി ചെയ്യണ്ടേ അമ്മ, ജീവിക്കണ്ടേ? എന്നും പേടിച്ച് വീട്ടിലിരുന്നാൽ മതിയോ? രണ്ടും കൽപ്പിച്ച് അവൻ പ്രീമിയർ കമ്പനിയിലെത്തി. മതിലിനരികിലൂടെ നടക്കുമ്പോൾ അവൻ അപ്പുറത്തെ വീട്ടുവളപ്പിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഷീബയെ കാണാനുണ്ടോ? ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ മാനേജർ സിറിയക് അവനോട് ചോദിച്ചു, നിനക്ക് മതിലിനപ്പുറത്തെ പെണ്ണുമായിട്ട് എന്തേലും കണക്ഷൻ ഉണ്ടായിരുന്നോ? അപ്പോൾ കമ്പനിയിലും എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിനക്ക് തല്ല് കിട്ടിയതും നീ ഹോസ്പിറ്റലിലായതും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും എല്ലാം അറിഞ്ഞിട്ടാ ചോദിക്കുന്നേ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അതിനായിരുന്നു നീ ഇവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് അല്ലേ? ജോലിക്ക് വന്ന് കുറെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ തമ്മിൽ പരിചയമായത്. മാനേജർ കണക്ക് നോക്കി ശമ്പള ബാക്കി എണ്ണി അവൻ്റെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു. നിനക്കിനി ഇവിടെ പണിയില്ല. സർ, അതും ഇതുമായിട്ട് എന്താ ബന്ധം? നീ നോക്കുമ്പം ഇല്ലായിരിക്കും, ഞങ്ങൾ നോക്കുമ്പം ഉണ്ട്. പൊയ്ക്കോ, നിൽക്കണ്ട. ഇത് അനീതിയല്ലേ സർ? നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. നീ ഇവിടെ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ അവരിവിടെ കയറി വന്ന് നിന്നെ അടിക്കും. കമ്പനി കയറി അതിക്രമം കാണിച്ച സാറിന് തടയാൻ പറ്റില്ലേ? എടാ, അവരുടെ പുറകിൽ ആളുണ്ട്. പോലീസൊക്കെ അവരുടെ പോക്കറ്റില്ല. ഇവിടെ കയറി അടിച്ചില്ലെങ്കിൽ നീ കമ്പനിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുറകിൽ വന്ന് തല്ലും. ഡെന്നിച്ചൻ്റെ ന്യായവാദങ്ങളൊന്നും അവിടെ വിലപ്പോയില്ല. കണക്ക് തീർത്ത് കിട്ടിയ ശമ്പള ബാക്കി എണ്ണി നോക്കാതെ പോക്കറ്റിലിട്ട് ഡെന്നിച്ചൻ കമ്പനിയിൽ നിന്നിറങ്ങി. തിരിച്ചു പോരുന്ന വഴി മതിലിനപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് നടന്നു. ഹൃദയത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു തിരിയുള്ളി ചൂഴ്ന്നു കയറുന്ന വേദനയോടെ. ഫോർ രജിസ്ട്രേഷൻ എന്ന ചുവന്ന ലിപികളിൽ എഴുതിയ ടാറ്റ പിക്കപ്പ് വാൻ ചെല്ലിക്കടപ്പുറത്ത് ആഞ്ചലോസിൻ്റെ വീടിന് സമീപം റോഡരികിൽ വന്നു നിന്നു. മുറ്റത്ത് തെങ്ങിൻ്റെ പത്തിമടൽ വെട്ടുകത്തിക്ക് വെട്ടുകീറിക്കൊണ്ട് നിന്ന കുഞ്ഞന്ന പിക്കപ്പ് വാനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് അത്ഭുത സ്തബ്ധയായി. ശൗരിക്കുട്ടി, എമിലി, മോളെ എമിലിയെ, കുഞ്ഞന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. കുഞ്ഞന്നയ്ക്ക് എന്തോ പറ്റിയെന്ന് വേവലാതിപ്പെട്ട് എമിലി അകത്തുനിന്ന് ഓടിയിറങ്ങി വന്നു. അപ്പോൾ കണ്ട കാഴ്ചയിൽ എമിലിയുടെ ഉടലാകെ ഒന്ന് കോൾമയർ കൊണ്ടു. ശൗരിക്കുട്ടി കുഞ്ഞന്നയുടെ അരികെ ചെന്ന് തോളത്ത് കൈയിട്ട് കുശലം പറയുന്നു. എമിലിയെ കണ്ട് അവൻ തിണ്ണയിലേക്ക് കയറി. അമ്മ. ശൗരിക്കുട്ടി എമിലിയെ ഇരുകൈയും വിരിച്ച് ആശ്ലേഷിച്ചു. എമിലിക്ക് കരച്ചിൽ വന്നിട്ട് ശ്വാസം മുട്ടി. ജാനറ്റ് പിന്നാമ്പുറത്തായിരുന്നു. ശൗരിക്കുട്ടി വന്നുവെന്നറിഞ്ഞ് അവൾ പറന്ന് മുൻവശത്തെത്തി. പകൽ വെട്ടത്തിൽ ശൗരിയെ കണ്ട് അവൾ ആശ്ചര്യയായി നിന്നു. നീ ഇത് എവിടുന്ന് വരുന്നു? എവിടായിരുന്നു? കണ്ണു തുടച്ചിട്ട് എമിലി ചോദിച്ചു. ഡെന്നിച്ചേട്ടൻ എവിടമ്മ? ശൗരിക്കുട്ടി ചോദിച്ചു. ഡെന്നിച്ചൻ മരുന്ന് വാങ്ങാനായി ആയുർവേദ വൈദ്യശാലയിൽ പോയിരിക്കുകയാണെന്ന് എമിലി പറഞ്ഞു.
അതിനുശേഷം ഡെന്നിച്ചനെ അർത്തുങ്കൽ നിന്ന് വന്ന ആളുകൾ അടിച്ചു വീഴ്ത്തിയ കാര്യം സൂചിപ്പിച്ചു. ഒന്നും പറയണ്ടമ്മ, എനിക്കറിയാം. ഞാനിരിക്കുന്നിടത്ത് എല്ലാം അറിയുന്നുണ്ട്. ഡെന്നിച്ചേട്ടൻ ഇങ്ങ് വന്നോട്ടെ. എമിലി തിളപ്പിച്ചു കൊടുത്ത കട്ടൻ കാപ്പി ഊതി കുടിച്ചുകൊണ്ടിരിക്കെ ഡെന്നിച്ചനെത്തി. ശൗരിക്കുട്ടിയെ വീട്ടിനുള്ളിൽ കണ്ട് അവൻ അന്തം വിട്ടു നിന്നു. നീ എപ്പോൾ വന്നു ശൗരി? 10 മിനിറ്റ് പോലും ആയിട്ടില്ല, ശൗരിക്കുട്ടി പറഞ്ഞു. ഡെന്നിച്ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാ. എല്ലാവർക്കും അമ്പരപ്പായി. ഡെന്നിച്ചേട്ടൻ വിളിച്ച ആ പെണ്ണ് വരുമോ? അല്പം ചിന്തിച്ചിട്ടാണ് ഡെന്നിച്ചൻ മറുപടി പറഞ്ഞത്. വരും, എന്നാ പോകാം. ശൗരിക്കുട്ടി തയ്യാറായി എഴുന്നേറ്റു. അധ്യായം 36. ഫോർ രജിസ്ട്രേഷൻ സ്റ്റിക്കർ ഒട്ടിച്ച പുതിയ പിക്കപ്പ് റോഡരികിൽ കിടക്കുന്നത് കണ്ട് അയൽപക്കത്തെ പ്രായം ചെന്ന പുരുഷന്മാർ അതിനു ചുറ്റും നടക്കുകയും തൊട്ടും പിടിച്ചും നോക്കി അതിൻ്റെ കുറ്റങ്ങളും മേന്മകളും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാരുടെ വണ്ടിയാ? ആരാ ഇതിവിടെ കൊണ്ടുവന്നിട്ടത്? 4 വയലിലെ രാജപ്പൻ ചേട്ടൻ ആരോടെന്നില്ലാതെ ചോദിച്ചു. അറിയാൻ മേല. ഒരുത്തൻ ഇതിവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോണത് കണ്ടു. നമ്മുടെ ആഞ്ചലോൻ്റെ വീട്ടിലേക്കാണ് പോയത്. ദുമിനി ചേട്ടനാണ് ഒരേ ഒരു ദൃക്സാക്ഷി. എനിക്ക് തോന്നുന്നത് കുഞ്ഞന്നാമ്മയുടെ ശേഷക്കാരാണെന്നാ. മുറ്റത്ത് ആരെയും കാണാനുമില്ല. പിക്കപ്പിന് ചുറ്റും കീഴിലുമൊക്കെ കുസൃതി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് രാജപ്പൻ ചേട്ടൻ പറഞ്ഞു, അവിടെ ആരാ വന്നെന്ന് ചെന്ന് നോക്കിയിട്ട് വാടാ. കടപ്പുറത്തെ കുട്ടികൾ വാനരസേന പോലെയാണ്. അവർക്ക് അതിരുകളില്ല. ഏതു മുറ്റത്തും ഏതു പരാന്തയിലും ഏതടുക്കളയിലും കയറി ചെല്ലാം. പകൽ സമയത്ത് വീടുകളുടെയെല്ലാം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അടഞ്ഞ വാതിൽ ഐശ്വര്യക്കേടാണെന്നാണ് വിശ്വാസം. കുട്ടികൾ ആഞ്ചലോസിൻ്റെ തിണ്ണയിലേക്ക് കയറി ചെന്നു. വാതിൽക്കൽ നിന്ന് അകത്തേക്ക് എത്തിക്കുത്തി നോക്കി. എന്തടാ പാത്തും പതുങ്ങിയും വന്ന് നിൽക്കണത്? കയറി വരുന്നടാ. കുഞ്ഞന്നെ അവരെ ശാസിച്ചു. ആരും കയറി ചെല്ലാൻ കൂട്ടാക്കിയില്ല. അവർക്ക് അപരിചിതനായ ഒരു പുരുഷൻ വീട്ടിനുള്ളിൽ നിൽക്കുന്നത് കണ്ടു. ശൗരിയെ കാണാതായ കാലത്ത് ആ കുട്ടികളിൽ പലർക്കും 2-3 വയസ്സ് മാത്രമേയുള്ളൂ. അവരിൽ ചിലരൊന്നും ജനിച്ചിട്ട് കൂടിയില്ല. ഇങ്ങോട്ട് കയറി വടാ. ശൗരിക്കുട്ടിയും അവരെ വിളിച്ചു. അത് കേട്ടപാടെ കുട്ടികൾ മുറ്റത്ത് ചാടി സ്ഥലം വിട്ടു. ഡെന്നിച്ചൻ തയ്യാറെടുക്കുകയായിരുന്നു. എമിലിയും ജാനറ്റും ആശങ്കയോടെ ശൗരിക്കുട്ടിയെ നോക്കി നിന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. ഡെന്നിച്ചനും അതേപ്പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാട് കിട്ടിയില്ല. താൻ വിളിച്ചാൽ ഷീബ മേരി ഇറങ്ങി വരുമോ എന്നൊരു ചോദ്യം മാത്രമേ അവൻ്റെ തലയ്ക്കകത്ത് കിടപ്പുള്ളൂ. വരുമെന്ന് മറുപടി പറഞ്ഞതിൻ്റെ യുക്തി എത്രത്തോളമുണ്ടെന്ന് അവന് നിശ്ചയമില്ല. ഷീബ മേരിക്ക് തന്നോട് അതിയായ പ്രണയമുണ്ടെന്ന് അവനറിയാം. അവളുടെ കണ്ണുകളിലെ കടലിൽ നിന്ന് അവനത് മുങ്ങി വാരിയെടുത്തിട്ടുണ്ട്. അവൾ തന്നെ സ്പർശിക്കുമ്പോഴുള്ള വിരലുകളുടെ ചൂടും ഇരമ്പലും അവൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ ധൈര്യത്തിലും അവന് വിശ്വാസമുണ്ട്. നീ വഴക്കുണ്ടാക്കാൻ വേണ്ടി പോവുകയാണോ ശൗരിക്കുട്ടി? കുഞ്ഞണ്ണ ചോദിച്ചു. അല്ല വല്യമ്മച്ചി, ഡെന്നിച്ചേട്ടൻ അവിടെ ചെന്നിട്ട് അവളെ വിളിക്കും. ഇറങ്ങി വരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഞങ്ങ പോയ പോലെ തന്നെ തിരിച്ചു പോരും, ശൗരിക്കുട്ടി പറഞ്ഞു. അത്രയൊക്കെ വേണോടാ, നമ്മുടെ കൊക്കിലൊതുങ്ങണത് പോരെ? അതൊക്കെ നമ്മുടെ കൊക്കിലൊതുങ്ങും വല്യമ്മച്ചി, ശൗരിക്കുട്ടി പറഞ്ഞു. അവൾ കൂടെ വന്ന അവരുമായിട്ടുള്ള വഴക്ക് അതോടെ തീർന്നു. ഡെന്നിച്ചേട്ടൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും അളിയന്മാരുമാണല്ലോ. വന്നില്ലെങ്കിൽ ഡെന്നിച്ചേട്ടനിട്ട് കിട്ടിയതല്ല പലിശ തീർത്ത് തിരിച്ചു കൊടുക്കണം. നമ്മുടെ ചെല്ലിക്കടപ്പുറത്ത് വന്ന് തല്ലിയിട്ട് പോയതല്ലേ. ശൗരിക്കുട്ടി ശാന്തനായിട്ടാണ് സംസാരിച്ചതെങ്കിലും ആ വാക്കുകളുടെ ദാർഢ്യവും തെളിമയും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. നല്ല മുണ്ടും ഷർട്ടും എടുത്തു കൊടുത്തോ. ഒരു ജോഡി പ്ലാസ്റ്റിക് കവറിലിട്ട് എടുത്തോണം. ഒന്ന് മാറി ഉടുക്കേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ കരുതൽ വേണം, ശൗരിക്കുട്ടി ഡെന്നിച്ചനെ ഓർമ്മിപ്പിച്ചു. എടാ, അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയ നമ്മുടെ കടപ്പുറമല്ല. വല്യമ്മച്ചി, ഇതൊക്കെ എനിക്കറിയരുതോ? ശരിയാണല്ലോ എന്ന് കുഞ്ഞന്നെ ഓർത്തു. ഒന്നും അറിയാത്തവനല്ല ശൗരിക്കുട്ടി. മരണത്തിനപ്പുറത്തു നിന്ന് തിരിച്ചു വന്നവനാണ്. അമ്മ, പോയിട്ട് വരാം. അമ്മയുടെ പാർട്ടിക്കാരോട് ഒന്ന് പറഞ്ഞു വച്ചേക്ക്. വീട്ടിൽ കയറി അക്രമം കാണിക്കാതിരിക്കാനാ. ശൗരിക്കുട്ടി ഡെന്നിച്ചനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. എമിലിയുടെ കണ്ണുകളിൽ 100 ചോദ്യങ്ങളുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ശൗരിക്കുട്ടി വന്നത്? ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണ് അവൻ താമസിക്കുന്നത്? എന്ത് ജോലി ചെയ്താണ് ജീവിക്കുന്നത്? അതെല്ലാം ചോദിക്കാനും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനും സമയമുണ്ടായിരുന്നില്ല. ഡെന്നിച്ചനും ശൗരിക്കുട്ടിയും കൂടി റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പിനടുത്തേക്ക് പോയി. അതിനു ചുറ്റുമുണ്ടായിരുന്ന പ്രായമായവരും കുട്ടികളും അവരെ കണ്ട് അല്പം മാറി നിന്നു. ശൗരിക്കുട്ടി ആർക്കും മുഖം കൊടുത്തില്ല, ആരെയും നോക്കിയില്ല. ഇടതു കൈയാൽ താടിയും മീശയും മുഴിഞ്ഞുകൊണ്ട് നേരെ ചെന്ന് വണ്ടിയിൽ കയറി. മറുവശത്തെ വാതിലിൽ കൂടി ഡെന്നിച്ചനോട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ആരാ ഡെന്നിച്ച കൂടെ?
കാഴ്ചയുടെ മങ്ങലിന് മുകളിൽ കൈപ്പടം വിടർത്തിപ്പിടിച്ചുകൊണ്ട് വെള്ളത്താടിക്കാരൻ ലാസർ മേസ്തിരി ചോദിച്ചു. ഡെന്നിച്ചൻ അതിന് മറുപടിയായി എന്തോ ഒരാംഗ്യം കാട്ടി. അതാർക്കും മനസ്സിലായില്ല. പിക്കപ്പ് സ്റ്റാർട്ടായി നീങ്ങിത്തുടങ്ങിയപ്പോഴാണ് രാജപ്പൻ ചേട്ടന് ഒരു സംശയം തീപ്പൊരി പോലെ മിന്നിയത്. അയ്യോടാ, അത് നമ്മുടെ ശൗരിക്കുട്ടീനെ പോലെ ഇരിക്കുന്നല്ലോ. ശൗരിയോ? അവൻ ചത്തുപോയില്ലേ? ലാസർ മേസ്തിരി ചോദിച്ചു. കണ്ടിട്ട് അവൻ്റെ ഒരു ലക്ഷണം. ആ കണ്ണും തലയും മൂക്കും എല്ലാം കൂടെ നോക്കുമ്പം ശൗരിക്കുട്ടി വളർന്ന് വലുതായ പോലെ. രാജപ്പൻ ചേട്ടൻ്റെ സംശയത്തീപ്പൊരി കനൽക്കട്ടയായി. അവനെയല്ലേ സൈമൺ മുതലാളി വള്ളത്തെ കൊണ്ടുപോയി കടലിൽ കെട്ടിത്താത്തിയത്? ലാസർ മേസ്തിരി വിടുന്ന ലക്ഷണമില്ല. പിക്കപ്പ് പോയി കഴിഞ്ഞിരുന്നു. സംശയം തീർക്കാനായി ലാസർ മേസ്തിരിയും രാജപ്പനും മറ്റാളുകളും കൂടി ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്ത് ചെന്നു. ലാസർ മേസ്തിരി കുഞ്ഞനെ വിളിച്ചു ചോദിച്ചു, ഇപ്പോൾ ആരാ ഈ വീട്ടിൽ നിന്നിറങ്ങി വണ്ടിയെ കയറിപ്പോയത്? അത് ഡെന്നിച്ചനല്ലേ? കുഞ്ഞനെ എങ്ങും തൊടാതെ പറഞ്ഞു. ഡെന്നിച്ചനെ ഞങ്ങൾക്കറിയരുതോ? അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പൊക്കക്കാരൻ? ആ അതോ? അതിവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ആരാന്ന് പറ, ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ചോദിക്കുക. രാജപ്പൻ ചേട്ടൻ പറഞ്ഞു. എന്താ നിങ്ങളുടെ സംശയം? അത് ശൗരിക്കുട്ടിയല്ലായിരുന്നു എന്ന് ലക്ഷണം കണ്ടിട്ട് തോന്നിയതാ. എന്നാ അത് ശൗരിക്കുട്ടി തന്നെയാ, കുഞ്ഞനെ വെളിപ്പെടുത്തി. വെറുതെ പറയല്ല, ഞങ്ങൾ കാര്യമായിട്ട് ചോദിക്കുക. സൈമൺ മുതലാളി 10 കൊല്ലം മുൻപ് കൊന്നു കടലിൽ കളഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ സമരവും കേസും ഒക്കെ നടത്തിയില്ലേ? ആ ശൗരിക്കുട്ടി തന്നെയാണോ അവൻ? ലാസർ മേസ്തിരി വിശ്വാസം വരാതെ ചോദിച്ചു. അതെ എന്ന് കുഞ്ഞനെ ശരിവെച്ചു. അപ്പോൾ അവൻ എവിടുന്ന് വന്നു? ഇതുവരെ എവിടായിരുന്നു? ഇപ്പോൾ എങ്ങോട്ടാ പോയേക്കണത്? രാജപ്പൻ തുരുതുര ചോദ്യങ്ങൾ ഉതിർത്തു. ഈ ചോദിച്ചതിൻ്റെ ഉത്തരമൊന്നും ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. ചോദിക്കാനും പറയാനുമുള്ള സമയം കിട്ടണ്ടേ? അവൻ വന്ന് ഡെന്നിച്ചനെ വിളിച്ചോണ്ട് പോയി. കുഞ്ഞന്നയുടെ മറുപടി കേട്ട് മറ്റുള്ളവർ ആശ്ചര്യസ്തബ്ധരായി നിന്നു. ഡെന്നിച്ചൻ പറഞ്ഞതനുസരിച്ച് ശൗരിക്കുട്ടി കമ്പനിയുടെ ഗേറ്റിന് മുൻപിൽ പിക്കപ്പ് നിർത്തി. സെക്യൂരിറ്റി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഗേറ്റിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി ഗാർഡ് വന്ന് ഡെന്നിച്ചനോടും ശൗരിക്കുട്ടിയോടുമായി പറഞ്ഞു. ഗേറ്റിലോട്ട് വണ്ടി കയറാനും ഇറങ്ങിപ്പോകാനും തടസ്സമില്ലല്ലോ, ശൗരിക്കുട്ടി വാദിച്ചു. ഉണ്ടോന്ന് നോക്കിയാട്ടെ, സെക്യൂരിറ്റി ഗാർഡ് തർക്കിച്ചു. ഞാൻ പൊതുമരാമത്തിൻ്റെ റോഡിലാണ് പിക്കപ്പ് നിർത്തിയേക്കണത്. നിങ്ങൾക്ക് ഗേറ്റിൽ കൂടി വണ്ടി കയറ്റാനും ഇറക്കാനും ആവശ്യത്തിന് സ്ഥലമുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ അത്രയും നീളത്തിലും വീതിയിലും റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങളുടെ മതിലുണ്ടല്ലോ, അതിനപ്പുറത്തെ നിങ്ങൾക്ക് അവകാശമുള്ളൂ. ഇപ്പുറം പൊതുജനങ്ങളുടെ റോഡാ. ശൗരിക്കുട്ടി തരുമ്പും വിട്ടുകൊടുത്തില്ല. സെക്യൂരിറ്റിയുടെ തർക്കത്തിൻ്റെ മുനമടങ്ങി. ദേ അപ്പുറത്തെ ഗേറ്റാ ആൻ്റപ്പൻ പീറ്ററിൻ്റേത്. അത് അടഞ്ഞു കിടക്കുക. ഡെന്നിച്ചൻ ശൗരിയെ കാണിച്ചു കൊടുത്തു. അതൊക്കെ നമുക്ക് തുറക്കാം. ശൗരിക്കുട്ടി പിക്കപ്പ് കൊണ്ടുചെന്ന് ഗേറ്റിന് അഭിമുഖമായി നിർത്തി. അതിനുശേഷം ഇറങ്ങിപ്പോയി ഗേറ്റ് പാളികൾ മലർക്കെ തുറന്നിട്ടു. ഡെന്നിച്ചന് വാസ്തവത്തിൽ ഒരു ഉൾഭയമുണ്ടായിരുന്നു. എന്തും സംഭവിക്കാം. ആൻ്റപ്പൻ പീറ്റർ ഇറച്ചി വെട്ടുകാരനാണ്. ആയുധം ഉപയോഗിച്ച് തഴക്കവും പഴക്കവുമുള്ളവൻ. ചോര കണ്ട് കണ്ണ് തഴമ്പിച്ചവൻ. ശൗരിക്കുട്ടിയുടെ ധൈര്യമാണ് ഡെന്നിച്ചൻ്റെയും ധൈര്യം. ശൗരിക്കുട്ടി വീണ്ടും വന്ന് വണ്ടിയിൽ കയറി പിക്കപ്പ് ഓടിച്ച് ആൻ്റപ്പൻ പീറ്ററുടെ വീട്ടുമുറ്റത്തേക്ക് കയറ്റി തിരിച്ചിട്ടു. വാ, ഇറങ്ങി വാ. ശൗരിക്കുട്ടി ഭയചകിതനായി ഇരുന്ന ഡെന്നിച്ചനെ പിടിച്ചിറക്കി കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ആൾ സാന്നിധ്യമുള്ള എല്ലാ തീരദേശവാസികളുടെയും പോലെ തന്നെ ആൻ്റപ്പൻ പീറ്ററുടെ വീടിൻ്റെ മുൻവാതിലും തുറന്നാണ് കിടന്നിരുന്നത്. അങ്ങോട്ട് കയറിച്ചെല്ല്, ശൗരിക്കുട്ടി പറഞ്ഞു. 2 വാക്ക് പറഞ്ഞാൽ മതി അവളോട്. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. ഇറങ്ങി വാ, ചെല്ല്. ഡെന്നിച്ചൻ മുൻവാതിൽ കിടന്നപ്പോൾ ശൗരിക്കുട്ടി പിന്നിൽ നിന്ന് പറഞ്ഞു. ആദ്യം അവളുടെ പേര് വിളി. ഇറങ്ങി വരണ്ടേ? ഡെന്നിച്ചൻ ഇരിപ്പുമുറിയുടെ വാതിലിനപ്പുറത്തേക്ക് ഒരു കാലെടുത്ത് വെച്ച് വിളിച്ചു. ഷീബ, നീ എവിടെയാ? ഷീബ മുറിക്കുള്ളിൽ കട്ടിലിൽ വെറുതെ കിടക്കുകയായിരുന്നു. അവൾ വീട്ടുതടങ്കലിലായിരുന്നു. അവൾക്ക് ഗേറ്റിന് പുറത്തു പോകേണ്ട സാഹചര്യങ്ങളെല്ലാം വീട്ടുകാർ ഒഴിവാക്കി. അവളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ഓഫാക്കി വെച്ചു. ഒരു ബന്ധവും ഉണ്ടാകരുതെന്ന് അപ്പനും ആങ്ങളമാരും കൂടി തീരുമാനിക്കുകയും അത് അക്ഷരം പ്രതി നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഷീബ മേരി വീട്ടിന് വെളിയിലേക്ക് വാതിൽ തുറന്നാൽ 4 കണ്ണുകളെങ്കിലും അവളെ നിരീക്ഷിക്കാനുണ്ടായിരിക്കും. അതിൽ 2 കണ്ണ് അമ്മയുടെയും ബാക്കി 2 കണ്ണ് ഷീബയുടെ അനുജത്തിയുടേതുമാണ്. അനുജത്തി ജീബ മേരി പരോക്ഷമായി ഷീബയുടെ പ്രണയത്തിന് അനുകൂലമാണ്. കാരണം അവൾക്കും പ്രേമിക്കണമെന്നും ആ പ്രേമം ആരും അറിയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച് രഹസ്യമായി ആനന്ദിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഷീബ എന്ന വിളി കേട്ടപ്പോൾ ഒരു മയക്കത്തിൽ നിന്ന പോലെ അവൾ ഞെട്ടി. അത് സ്വപ്നത്തിൽ കേട്ടതാണോ
അതോ ശരിക്കും ഉണ്ടായതാണോ എന്ന് അവൾക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം ഡെന്നിച്ചൻ്റേതായിരുന്നു എന്ന് മാത്രം അവൾക്കറിയാം. ഡെന്നിച്ചൻ്റെ ശബ്ദം എവിടെ കേട്ടാലും അവൾക്കറിയാം. ഷീബ, ഒന്നിങ്ങോട്ട് വരണേ. ഡെന്നിച്ചൻ തന്നെ. ഷീബ മേരിയുടെ ഹൃദയം കുതിച്ചു തുള്ളി. അവൾ കിടക്കയിൽ നിന്ന് പിടഞ്ഞിറങ്ങി. ആരാത്? ജയ്സമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഊണുമുറിയുടെ വാതിൽക്കൽ വന്നു നോക്കി. ഒരു പുരുഷൻ മുൻവാതിലിൽ കയറി നിഴൽ പോലെ നിൽക്കുന്നു. പുറത്ത് കടുത്ത വെയിലായതുകൊണ്ട് ഒറ്റനോട്ടത്തിൽ അങ്ങനെയാണ് തോന്നിച്ചത്. അപ്പോഴേക്കും ജീബ മേരി പീറ്ററും കൂടി അവിടേക്ക് വന്നു. അതാരാടി? ജയ്സമ്മ മകളോട് ചോദിച്ചു. അവൾ തനിക്കറിയില്ലെന്ന് ചുമൽ കൂച്ചി കൈകൾ മലർത്തി. ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? ജയ്സമ്മ സ്വരത്തിന് മൂർച്ച കൂട്ടി. ഷീബ. ഡെന്നിച്ചൻ കുറച്ചും കൂടി ഒച്ചയെടുത്ത് വിളിച്ചു. ഇത്തവണ ഷീബ ഒറ്റ കുതിപ്പിന് അമ്മയെയും അനുജത്തിയെയും തിക്കിമാറ്റി ഇരിപ്പുമുറിയിലെത്തി. അവിടെ ഡെന്നിച്ചൻ വാതിൽ കടന്നു നിൽക്കുന്നു. പിന്നിൽ മുറ്റത്ത് മറ്റാരോ നിൽക്കുന്നത് അവ്യക്തമായി കാണാം. ഞാൻ നിന്നെ വിളിച്ചോണ്ടു പോകാൻ വേണ്ടി വന്നേക്കണതാണ്. ഇറങ്ങിവാ എൻ്റെ കൂടെ, ഡെന്നിച്ചൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. ഷീബ മേരിക്ക് ആദ്യം അത് കേട്ടിട്ട് ഒരു ഉൾക്കിടിലമാണുണ്ടായത്. അടുത്ത നിമിഷം അവൾ അതിശയത്തിലായി. എന്തു ധൈര്യം? നീ ആരാടാ എൻ്റെ പെണ്ണിനെ വിളിച്ചോണ്ടു പോകാൻ? ജയ്സമ്മ ചെറഞ്ഞ് ഇരിപ്പുമുറിയിലേക്ക് ചെന്നു. ഷീബ മേരി ഇതെല്ലാം കണ്ട് കണ്ണു മിഴിച്ചു നിന്നു. നീ ഒന്നും എടുക്കണ്ട, ഇങ്ങനെ തന്നെ വന്നാൽ മതി. വാ, ഇതിനപ്പുറത്തോട്ട് ഇനി വേറെ വിളിയില്ല. ഷീബ 2-3 നിമിഷം കൊണ്ട് എല്ലാം ഓർത്തു. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, വീട്, ബന്ധുജനങ്ങൾ, അയൽക്കാർ, പള്ളി വികാരിയച്ഛൻ, പാപം, സ്വർഗം, നരകം. പിന്നത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾ അതെല്ലാം മറന്നു. ഡെന്നിച്ചനും അവളും ഒന്നു ചേരുമ്പോൾ ബാക്കിയെല്ലാം ചെറുതും നിഷ്പ്രഭവും ആയിത്തീരുന്നത് അവൾ ആ ഒറ്റ നിമിഷത്തിൽ കണ്ടു മറന്നു. അവിടെ 2 പക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അവളുടെ അപ്പനമ്മമാരും ബന്ധുജനങ്ങളും അടങ്ങുന്ന പക്ഷം, മറുവശത്ത് ഡെന്നിച്ചനും വീട്ടുകാരും അടങ്ങുന്ന പക്ഷം. അവൾ നിൽക്കുന്നിടത്തു നിന്ന് 8 അടി ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ മറുപക്ഷത്തേക്ക്. ഷീബ മേരി ഒറ്റയോട്ടത്തിന് ആ ദൂരം മറികടന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. അവളിപ്പോൾ ഡെന്നിച്ചൻ്റെ പക്ഷത്താണ്. മറുപക്ഷത്ത് അമ്മയും അനുജത്തിയും. അമ്മ പാഞ്ഞു വരുന്നു, കടന്നു പിടിക്കുന്നു. ഡെന്നിച്ചൻ അവളുടെ കൈക്ക് പിടിച്ചു. അതിന് നല്ല മുറുക്കമുണ്ടായിരുന്നു. അത് വിടുവിക്കാൻ 10 ജയ്സമ്മ ഒന്നിച്ച് ശ്രമിച്ചാലും സാധ്യമാകുമായിരുന്നില്ല. ഡെന്നിച്ചൻ ഷീബ മേരിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അവളുടെ മറ്റേ കൈയിൽ പിടിച്ച് പിന്നോട്ട് വലിക്കുകയും കരഞ്ഞു വിളിക്കുകയും ചെയ്തുകൊണ്ട് ജയ്സമ്മയും പുറകെ ചെന്നു. ജീബ മേരിയും പെട്ടെന്ന് അമ്മയുടെ പക്ഷം ചേർന്ന് കരയാൻ ഭാവിക്കുകയും ഗുസ്തി പിടിക്കുന്നതിൽ അമ്മയെ സഹായിക്കാൻ എത്തുകയും ചെയ്തു. എങ്കിലും ഡെന്നിച്ചൻ ഷീബയെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് അവൾ മനസ്സ് ആഗ്രഹിച്ചു. ഡെന്നിച്ചൻ്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ ജയ്സമ്മയുടെ പ്രതിരോധം മതിയാകുമായിരുന്നില്ല. പിക്കപ്പിനടുത്തുവരെ ജയ്സമ്മ കരഞ്ഞു വിളിച്ച് ഓടിവന്നു. നീ ആദ്യം കയറ്, എന്നിട്ട് അവളെ പിടിച്ചു കയറ്റ്, ശൗരിക്കുട്ടി നിർദ്ദേശിച്ചു. ഡെന്നിച്ചൻ ഡോർ തുറന്ന് പിക്കപ്പിൽ കയറി. ആ സമയം ഷീബയെ പിടിക്കാനെത്തിയ ജയ്സമ്മയെ കൈകൾ വിരിച്ച് ശൗരിക്കുട്ടി തടഞ്ഞു. എൻ്റെ മോളെ പിടിച്ചുകൊണ്ടു പോകുന്നേ, നാട്ടുകാർ ഓടിവായോ? ജയ്സമ്മ 8 ദിക്കും ഞെട്ടുമാറി നിലവിളിച്ചു. നിങ്ങളുടെ മോളെ ബലമായിട്ട് പിടിച്ചോണ്ടു പോകുമല്ല. വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നു. പ്രായപൂർത്തിയായവളല്ലേ, നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ശൗരിക്കുട്ടി ഷീബയ്ക്ക് മറയായി നിന്നു. ഇതിനകം ക്യാബിനിൽ കയറിയ ഡെന്നിച്ചൻ ഷീബയ്ക്ക് കൈ കൊടുത്ത് അവളെയും വലിച്ചു കയറ്റി ഡോറടച്ചു. ശൗരിക്കുട്ടി അതോടെ ജയ്സമ്മയെ ഉപേക്ഷിച്ച് പിക്കപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നു കയറി. ജയ്സമ്മ കൈകൾ വിരിച്ചു പിടിച്ച് പിക്കപ്പിന് മുന്നിൽ നിന്ന് നിലവിളിച്ചു. എൻ്റെ മോളെ പിടിച്ചോണ്ടു പോകുന്നേ, ആൾക്കാർ ഓടിവായോ? മുറ്റത്തിന് വിസ്തൃതി ഉണ്ടായിരുന്നതിനാൽ ശൗരിക്കുട്ടി പിക്കപ്പ് പുറകോട്ടെടുത്ത് തിരിച്ചും വളച്ചും ജയ്സമ്മയെ വെട്ടിച്ച് ഗേറ്റിന് നേർക്ക് വണ്ടി പയച്ചു. അവിടെ ഇതിനകം കുറച്ചുപേർ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. മുക്രയിട്ട് വരുന്ന കാളക്കൂറ്റിനെ പോലെ പിക്കപ്പ് തങ്ങളുടെ നേർക്ക് പാഞ്ഞു വരുന്നത് കണ്ട് ഗേറ്റിൽ തടസ്സം നിന്നവർ നാനാ വഴിക്ക് ഓടിമാറി. പിക്കപ്പ് നേരെ ചെല്ലിക്കടപ്പുറത്തേക്ക് പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആൻ്റപ്പൻ പീറ്ററുടെ ഇറച്ചിക്കടയിൽ ഒരു മാരത്തൺ ഓട്ടക്കാരൻ ഓടിയെത്തി വാർത്ത എത്തിച്ചു. ജയ്സമ്മയുടെ ഫോൺ വിളിക്കും നിലവിളിക്കും അതിനു പുറകിലെ എത്താനായുള്ളൂ. ആൻ്റപ്പൻ പീറ്റർ തൻ്റെ ആൺമക്കളെ ഉടനടി ഫോൺ വിളിച്ചറിയിച്ചു. അതിനുശേഷം അർത്തുങ്കൽ നിന്ന് പല ബൈക്കുകളിലും കാറിലും ഓട്ടോറിക്ഷയിലുമായി കുറേ നാട്ടുകാരെയും ബന്ധുജനങ്ങളെയും കൂട്ടി ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിച്ചു. അതേസമയം തന്നെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലേക്കും ഫോൺ വിളി പോയി. കൊല്ലപ്പറമ്പിൽ ആൻ്റപ്പൻ പീറ്ററുടെ മകൾ ഷീബ മേരിയെ ചെല്ലിക്കടപ്പുറത്തു നിന്ന് പിക്കപ്പുമായി വന്ന ഒരുത്തൻ ബലമായി പിടിച്ചുകൊണ്ടുപോയി എന്നായിരുന്നു ആ ഫോൺ വിളിയുടെ പൊരുൾ. അധ്യായം 37.
ശൗരിക്കുട്ടി ഓടിച്ചുകൊണ്ടുവന്ന പിക്കപ്പ് ചെല്ലിക്കടപ്പുറത്തെത്തി. അവിടെ ഒരാൾ ശൗരിക്കുട്ടിയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ശൗരിക്കുട്ടി പിക്കപ്പിൽ നിന്നിറങ്ങി ഡെന്നിച്ചനോടും ഷീബ മേരിയോടും ഇറങ്ങി വരാൻ ആംഗ്യം കാട്ടി. അവർ മറുവശത്തുകൂടി ഇറങ്ങി വരുമ്പോഴേക്കും ശൗരിക്കുട്ടി പിക്കപ്പിൻ്റെ താക്കോൽ അവിടെ കാത്തുനിന്നയാളെ ഏൽപ്പിച്ചു. അയാൾ അപ്പോൾ തന്നെ പിക്കപ്പിൽ കയറിയിരുന്ന് അത് അവിടെയിട്ട് തിരിച്ചു. ശൗരിക്കുട്ടിയുടെ നേർക്ക് കൈ കാണിച്ചിട്ട് അയാൾ പിക്കപ്പ് ഓടിച്ചുപോയി. വാ. ശൗരിക്കുട്ടി കടലിന് നേർക്ക് നടന്നു. തീരക്കടലിൽ കിടന്ന ഒരു ബോട്ടിന് നേർക്ക് ശൗരിക്കുട്ടി മഞ്ഞത്തുവാല ഉയർത്തി വീശിക്കാട്ടി. ആ ബോട്ട് ഉടൻ തന്നെ കരയുടെ നേർക്ക് വന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഡെന്നിച്ചനോ ഷീബ മേരിക്കോ ഒരു രൂപവും ഉണ്ടായില്ല. ശൗരിക്കുട്ടിയെ പിന്തുടർന്ന് അവർ രണ്ടുപേരും പൂഴിമണലിൽ കൂടി നടന്നു. കടൽക്കരയിൽ അങ്ങിങ്ങു വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളെയും കാണാമായിരുന്നു. ചിലർ തെങ്ങിൻ തണലെത്തിരുന്ന് വല കേടുപോക്കുന്നുണ്ടായിരുന്നു. 2 പുരുഷന്മാരും ഒരു യുവതിയും കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ആളുകൾ ആശ്ചര്യപ്പെട്ടു നിന്നു. അവരുടെ നേർക്കാണ് ബോട്ട് വരുന്നതെന്ന് കരയിലുണ്ടായിരുന്നവർക്ക് മനസ്സിലായി. അതൊരു മത്സ്യബന്ധന ബോട്ടോ വള്ളമോ അല്ലാത്തതിനാൽ ഏവർക്കും ആകാംക്ഷയായി. ശൗരിക്കുട്ടി അരയപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോട്ടിൻ്റെ അമരം പിടിച്ചു. എന്നിട്ട് ഡെന്നിച്ചനോട് പറഞ്ഞു, കേറിക്കോ. ഡെന്നിച്ചൻ ബോട്ടിൽ പിടിച്ചു കയറി. ഷീബയെ കൈകൊടുത്ത് പിടിച്ചു കയറ്റി. പുറകെ ശൗരിക്കുട്ടിയും കയറി. ബോട്ട് തിരിച്ച് കടലിലേക്ക് പാഞ്ഞു. അതെവിടുന്ന് വന്ന ബോട്ട്? ആരുടെ ബോട്ട്? എന്തിനു വന്ന്? ആളുകൾ അതിശയത്തോടെ പരസ്പരം ചോദിച്ചു. ആ കയറിപ്പോയവരിൽ ഒരുത്തൻ ആഞ്ചലോസിൻ്റെ മകൻ ഡെന്നിച്ചനാ. ആ പെണ്ണോ? ആർക്കറിയാം. ബോട്ട് ഏത് ദിക്കിലേക്കാണ് പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഒരു ശരികേടുണ്ടെന്നാ. അമരം ബോട്ടിലെ തൊഴിലാളിയായ ജോഷുവ പറഞ്ഞു. ഉണ്ടുണ്ട്, ഒരു പെണ്ണിനെയും കയറ്റിക്കൊണ്ടാ പോയേക്കണത്. ഇന്നേ വരെ ഈ കടപ്പുറത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേയില്ല. ആ കൂട്ടത്തിലൊരുവൻ ഡെന്നിച്ചനാണെങ്കിൽ എനിക്ക് സംശയം ഉണ്ട്. അതാ ഇറച്ചിക്കടക്കാരൻ ആൻ്റപ്പൻ പീറ്ററുടെ മോളാണോന്ന്. അവളും ഒരു കൂട്ടുകാരി പെണ്ണും കൂടെ കുറേ നാൾ മുമ്പ് ഈ കടപ്പുറത്ത് ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ലൂയിസ് ഏട്ടൻ പറഞ്ഞു. ശരിയാ, അതിൻ്റെ പേരും പറഞ്ഞാണല്ലോ ആൻ്റപ്പൻ പീറ്ററിൻ്റെ ആൾക്കാർ ഈ കടപ്പുറത്ത് വന്ന് ഡെന്നിച്ചനെ തല്ലിയിട്ട് പോയത്. എങ്കിലത് തന്നെയാ. അവൻ ആ പെണ്ണിനെ അടിച്ചോണ്ട് കടൽ കടക്കാൻ പോണ പോക്കാ. അവൻ എവിടുന്ന് കിട്ടി ബോട്ട്? അവർ ഒരു പുതിയ പിക്കപ്പിലാണല്ലോ വന്നത്. അതെവിടുന്ന് കിട്ടി? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഡെന്നിച്ചന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ത്രാണിയുണ്ടെന്ന് അതുവരെ ആരും ചിന്തിച്ചിട്ടു കൂടിയില്ല. ഡെന്നിച്ചനും ശൗരിക്കുട്ടിയും പോയ ശേഷമുള്ള ഒരു വിവരവും അറിയാതെ ആദ്യ പിടിച്ചിരിക്കുകയായിരുന്നു എമിലി. അതിനിടയ്ക്ക് അയലത്തെ ഒരു പെൺകുട്ടി വന്ന് ജാനറ്റിനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ വന്ന പുത്തൻ വണ്ടി കടപ്പുറത്തോട്ട് പോണതും കണ്ട് അങ്ങനെ തന്നെ തിരിച്ചു പോണതും കണ്ട് ഇങ്ങോട്ടാരും വന്നില്ലേ? ഇവിടെ ആരും വന്നില്ലല്ലോ. ജാനറ്റ് കടപ്പുറത്തേക്ക് നോക്കി. അതിനിടയിൽ എമിലിയുടെ ഫോൺ ശബ്ദിച്ചു. അക്കങ്ങളും അക്ഷരങ്ങളുമെല്ലാം തേഞ്ഞു മാഞ്ഞു പോയ ഫോൺ എടുത്ത് എമിലി നമ്പർ നോക്കി. ഏതോ ഒരു നമ്പർ. എമിലി ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ. ഹലോ അമ്മ, ശൗരിക്കുട്ടിയാ. എമിലിയുടെ മനസ്സൊന്ന് തണുത്തു. എവിടെയാ മോനെ നിങ്ങൾ? ഞങ്ങളിപ്പോൾ കടലിലാ. ഏത് കടലേ? വള്ളത്തേലാണോ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഞങ്ങളെവിടെ ചെന്ന് ആ പെണ്ണിനെയും വിളിച്ചോണ്ട് പോന്നിരിക്കണ. അമ്മ ഇപ്പം അത്രയും അറിഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അയലന്തരത്ത് ഏതെങ്കിലും വീട്ടിൽ പോയിരുന്നോ? വീട് അടച്ചിടണ്ട, തുറന്നു തന്നെ കിടന്നോട്ട്. പറയണത് കേൾക്കണുണ്ടോ? എന്തിനാണ് അയലന്തരത്ത് പോയിരിക്കണത്? അവനവൻ്റെ വീട്ടിലിരുന്നാലെന്താ? അമ്മ പറഞ്ഞ പോലെ ചെയ്യ്. വീട്ടിലാരും ഇരിക്കണ്ട. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ പോലീസും പട്ടാളവും ഒക്കെ അവിടെ പാഞ്ഞു നടക്കും. അതുകൊണ്ട് ഇനി വിളിയില്ല. 2 ദിവസം കഴിഞ്ഞ് വിളിക്കാം. പുതിയ പെണ്ണിനെയും കൊണ്ടുവരും ഡെന്നിച്ചേട്ടൻ. മോനെ നിങ്ങൾ? ഇത്രയേ ഉള്ളൂ. ഫോൺ ഓഫാക്കി വയ്ക്കുക. കോൾ മുറിഞ്ഞു. എന്നതാ എമിലി? കേട്ടുനിന്ന കുഞ്ഞന്ന ആശങ്കയോടെ ചോദിച്ചു. അമ്മ ജാനറ്റിനെയും കൂട്ടി മറിയമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോ. ഇപ്പം തന്നെ പോ. നിൽക്കണ്ടിവിടെ. നീ എന്നതാ കാര്യമെന്ന് പറ. ശൗരിക്കുട്ടിയും ഡെന്നിച്ചനും കൂടെ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി. അവരുടെ വീട്ടുകാരും പോലീസുമൊക്കെ ഇരച്ചു കയറി വരും. അതുതന്നെ കാര്യം. അവരെവിടാ? അവരങ്ങ് തൃശ്ശിനാപ്പള്ളിയിൽ. അവരെവിടെയാണെന്ന് എല്ലാവരോടും വിളിച്ചു പോയിക്കൊണ്ട് നടക്കണോ? എമിലി ദേഷ്യപ്പെട്ടു. നമ്മളെന്തിനാ മറിയാമ്മയുടെ അടുത്ത് പോണത്? ശൗരിക്കുട്ടി പറഞ്ഞു. എല്ലാവരും അയലന്തരത്ത് പോയിരിക്കാൻ. ഞാൻ പോവുക. അമ്മ ഇവിടെ ഇരുന്നോ. എമിലി അപ്പോൾ തന്നെ ജാനറ്റിനെ കൂട്ടി വീട് വിട്ടിറങ്ങി. വല്ലതും എടുക്കണോടി? കുഞ്ഞെന്നെ ചോദിച്ചു. വീടെടുത്ത് മടി വെച്ചോണ്ട് പോര്. എമിലി പിന്മുറ്റം കിടന്നു. മറിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. പുറകെ ജാനറ്റും പോയി.
ഇതെന്ത് കൂത്ത് എന്ന് പിറുപിറുത്തുകൊണ്ട് കുഞ്ഞന്ന അവിടെ ചുറ്റിത്തിരിയുമ്പോഴേക്കും വാഹനങ്ങളുടെ ഇരമ്പം കേട്ടു. മുറ്റത്ത് ബൈക്കുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം. കുഞ്ഞന്ന വാതിൽക്കൽ ചെന്ന് എത്തിനോക്കി. തിണ്ണയിലേക്ക് ചാടിക്കയറിയ 4-5 പേർ കുഞ്ഞന്നയുടെ തല കണ്ടതും വാതിലിന് നേർക്ക് പാഞ്ഞു ചെന്നു. എവിടെ ആ നായിൻ്റെ മോൻ? ഒരുത്തൻ കുഞ്ഞന്നയുടെ നേർക്ക് അലറി. കുഞ്ഞന്ന ഞെട്ടിപ്പോയി. ആരാ? കുഞ്ഞന്ന വിക്കി. അങ്ങോട്ട് ഇറങ്ങി നിൽക്കതള്ളേ. ഒരുത്തൻ കുഞ്ഞന്നയെ പിടിച്ചു തള്ളി. കുഞ്ഞന്ന വേച്ചു പോയി തറയിൽ ഊരയിടിച്ച് വീണു. കൈമുട്ട് ഭിത്തിയിലിടിച്ച് പൊട്ടി. ഒന്നിനു പുറകെ ഒന്നായി 6-7 പേർ വീട്ടിനുള്ളിലേക്ക് കാട്ടുപോത്തുകളെ പോലെ കയറി വന്നു. 2 കൊച്ചുമുറികളിലും അടുക്കളയിലും പിൻവരാന്തയിലും നോക്കി കണ്ണിൽ കണ്ടതെല്ലാം എടുത്തെറിഞ്ഞു. ചവിട്ടി മറിക്കാവുന്നതെല്ലാം മറിച്ചിട്ടു. വീട്ടിൽ നിന്നിറങ്ങി അയലത്ത് പോയിരിക്കാൻ എമിലി നിർബന്ധിച്ചതിൻ്റെ അർത്ഥം കുഞ്ഞന്നയ്ക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായി. അവനെവിടെ തള്ളേ? നിലത്തു വീണു കിടന്ന കുഞ്ഞന്നയുടെ നേർക്ക് ഒരുത്തൻ ഗർജിച്ചു. കൈമുട്ട് പൊട്ടിയ വേദനയിൽ കുഞ്ഞന്ന ഞരങ്ങിക്കൊണ്ടിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? ഒരുത്തൻ കുഞ്ഞന്നയുടെ നരച്ച തലമുടി കുത്തുപിടിച്ച് വട്ടം കറക്കി ഒലിച്ചു. കുഞ്ഞന്ന ഒച്ചയെടുത്ത് കരഞ്ഞപ്പോൾ തല ചുമരിൽ 2 തവണ ഇടിച്ചു. നിലത്ത് കുഴഞ്ഞു വീണ കുഞ്ഞന്നയുടെ നെഞ്ചിൽ ഷീബ മേരിയുടെ ആങ്ങള പീറ്റർ ഒരു ചവിട്ടും കൂടി കൊടുത്തു. ഇറങ്ങി വാടാ, കടപ്പുറത്ത് തപ്പം, ഇവിടെങ്ങും വന്നിട്ടില്ല. കൂട്ടത്തിലുള്ള ഒരുവൻ പീറ്ററിൻ്റെ കൈ പിടിച്ചു വലിച്ചു. അവർ മുറ്റത്തിറങ്ങി അങ്ങിങ്ങും നോക്കി. ബൈക്കുകൾ കടപ്പുറത്തേക്ക് പാഞ്ഞുപോയി. അപ്പോഴേക്കും പീറ്ററിൻ്റെ അപ്പൻ ആൻ്റപ്പൻ പീറ്ററും മൂത്ത മകൻ ജിമ്മി പീറ്ററും കയറിയ കാർ അങ്ങോട്ട് എത്തിച്ചേർന്നു. വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്ത് നിന്നവരിൽ ഒരാൾ പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ ആൻ്റപ്പൻ പീറ്ററും മൂത്ത മകൻ ജിമ്മി പീറ്ററും കൂടി ഒരയൽ വീട്ടിൽ കയറി അന്വേഷണം നടത്തി. ആഞ്ചലോസിൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെയും കൂട്ടി ആരും വന്നിട്ടില്ലെന്ന് അയൽക്കാർ പറഞ്ഞു. ഒരു പിക്കപ്പ് കടപ്പുറത്തേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. അത് ഉടനെ തന്നെ തിരിച്ചും പോയി. ആൻ്റപ്പൻ പീറ്ററും സംഘവും കടപ്പുറത്തെത്തി. അവിടെ ഇതിനകം വലിയ ആൾക്കൂട്ടമായി കഴിഞ്ഞു. ആദ്യം ബൈക്കുകളിൽ ചെന്ന സംഘത്തിന് ചില വിവരങ്ങൾ കിട്ടി. പിക്കപ്പിൽ കടപ്പുറത്ത് വന്നിറങ്ങിയ ഡെന്നിച്ചനും ഒരു പെണ്ണും മറ്റൊരാളും കൂടി തീരക്കടലിൽ കാത്തുകിടന്ന ഒരു ബോട്ടിൽ കയറി സ്ഥലം വിട്ടു എന്ന വിവരമായിരുന്നു അതിലൊന്ന്. പിക്കപ്പ് അപ്പോൾ തന്നെ തിരിച്ചുപോയി എന്നും അറിവായി. അത് ഓടിച്ചുകൊണ്ടുപോയ ആളെ ആർക്കും പരിചയമില്ല. ഡെന്നിച്ചനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേയാളെ അടുത്തു കാണാത്തതുകൊണ്ട് ആരാണെന്ന് അറിയില്ല. ആൻ്റപ്പൻ പീറ്റർ ഫോണെടുത്ത് ആരോടൊക്കെയോ ഉറക്കെ സംസാരിച്ചുകൊണ്ട് കടപ്പുറത്തുകൂടി നടന്നു. ചെല്ലിക്കടപ്പുറത്ത് വന്നിട്ട് ബോട്ടിന് കയറിപ്പോയി. വടക്കോട്ട് പോയിന്ന് കടപ്പുറത്തുള്ളവർ പറയണ. പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും. അയാൾ ബന്ധുക്കളെ മാറി മാറി വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കടപ്പുറത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന ആഞ്ചലോസിനെ ആരോ വിളിച്ച് ആൻ്റപ്പൻ പീറ്ററുടെയും സംഘത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു. ഈ മനുഷ്യനെ എന്തിനാ പിടിച്ചോണ്ടുവന്നേ? ഇയാൾക്ക് ഓർമ്മയുമില്ല, ഒരു കുന്തവുമില്ല. ചെല്ലിക്കടപ്പുറത്തുകാരൻ തോമസ് ചേട്ടൻ പറഞ്ഞു. ഇയാൾക്ക് ഞാൻ ഓർമ്മയുണ്ടാക്കി കൊടുക്കാം. പീറ്റർ ആഞ്ചലോസിൻ്റെ കുത്തിനു പിടിച്ചുലച്ചുകൊണ്ട് ചീറി. എവിടെടോ തൻ്റെ മകൻ? എൻ്റെ പെങ്ങളെ അടിച്ചെടുത്തോണ്ട് അവൻ എങ്ങടാ പോയത്? ആഞ്ചലോസ് കണ്ണും വായും മിഴിച്ചു. തൻ്റെ കഥകളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അടിച്ച് ഞാൻ പല്ലു കൊഴിക്കും. പറയടാ. എനിക്കറിയില്ല. ആഞ്ചലോസ് പറഞ്ഞു തീരും മുൻപേ പീറ്ററിൻ്റെ കൈ അയാളുടെ കവിളത്ത് വീണു. നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പുറം കൈകൊണ്ടും കൈപ്പത്തി കൊണ്ടും പീറ്റർ മാറി മാറി 4-5 ആവർത്തി അടിച്ചു. അപ്പോഴേക്കും ചെല്ലിക്കടപ്പുറത്തുകാർ ഇടപെട്ട് പീറ്ററെ തള്ളിമാറ്റി. വേണ്ട വേണ്ട, നിങ്ങളുടെ കയ്യാങ്കളിയൊന്നും ചെല്ലിക്കടപ്പുറത്ത് വേണ്ട. തോമസ് ചേട്ടൻ താക്കീത് ചെയ്തു. ആഞ്ചലോ, വീട്ടിൽ പോ. ഇവന്മാരോട് മറുപടി പറയാനൊന്നും നിൽക്കണ്ട, പോ. താൻ ആരാടോ ഇതിലിടപെടാൻ? ആൻ്റപ്പൻ പീറ്റർ ചോദിച്ചു. ഞാൻ ഈ കടപ്പുറത്തുകാരനാ. നിങ്ങളുടെ മോളെ വല്ലവനും കൊണ്ടുപോയെങ്കിൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചോണം. ആഞ്ചലോസ് വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞന്ന നിലത്ത് കിടന്ന് കരയുകയാണ്. അയാൾ കുഞ്ഞന്നയെ താങ്ങി എണീപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, വേണ്ടായേ. കുഞ്ഞന്ന ഉറക്കെ കരഞ്ഞു. അവരുടെ കൈമുട്ടിൻ്റെ അസ്ഥി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടെ പോലീസ് ജീപ്പ് വീടിനപ്പുറം റോഡരികിൽ വന്നു നിന്നു. വീട്ടുമുറ്റത്തേക്ക് 4 ചക്രവാഹനങ്ങൾ കടന്നു വരാനുള്ള വീതി വഴിക്കയില്ല. SIയും പോലീസ് സംഘവും വീട്ടിലേക്ക് കയറി വന്നു. കുഞ്ഞന്ന അപ്പോഴും കരഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുകയാണ്. അരികെ ആഞ്ചലോസ് ഇരിപ്പുണ്ട്. സാറേ, അവരെൻ്റെ കൈയൊടിച്ചു, എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. കുഞ്ഞന്ന വിലപിച്ചു. വളർത്തിവിടുന്ന മക്കളും ചെറുമക്കളും തലതിരിഞ്ഞു പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവിടുണ്ടായിരുന്ന ബാക്കി ആൾക്കാരൊക്കെ എവിടെ? എനിക്കറിയാൻ മേല സാറേ. കുഞ്ഞന്ന പിന്നെയും വിലപിച്ചുകൊണ്ട് കിടന്നു. ആഞ്ചലോസിൻ്റെ ചരിത്രം അറിയാവുന്നതിനാൽ പോലീസ് അയാളോടൊന്നും ചോദിച്ചില്ല. പോലീസ് സംഘം ജീപ്പിൽ കയറി നേരെ കടപ്പുറത്തേക്ക് പോയി.
SI കടപ്പുറത്തുള്ള ചിലരെ ചോദ്യം ചെയ്തപ്പോൾ സംഭവത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടി. ഡെന്നിച്ചൻ ആൻഡപ്പൻ പീറ്ററുടെ മകളെ കടൽ മാർഗമാണ് കടത്തിക്കൊണ്ടുപോയത്. ഉടൻ തന്നെ SI കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടു. ഡെന്നിച്ചനും യുവതിയും കയറിപ്പോയ ബോട്ടിന്റെ ലക്ഷണങ്ങൾ കോസ്റ്റ് ഗാർഡിന് കൈമാറി. അതുകൂടാതെ ചെല്ലിക്കടപ്പുറത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് അവരിലേക്ക് സന്ദേശമെത്തിച്ചു. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന സ്പീഡ് ബോട്ട് കടലിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിക്കണം എന്നായിരുന്നു സന്ദേശം. അതിനുശേഷം പോലീസ് ഡെന്നിച്ചൻ്റെ വീട്ടിലുള്ളവർ എവിടെ പോയി എന്ന് തിരക്കി. അവർ ഒരു അയൽ വീട്ടിലുണ്ടെന്ന് വിവരം കിട്ടിയ പോലീസ് മറിയമ്മയുടെ വീട്ടിലെത്തി. പോലീസ് വന്നിരിക്കുന്നതറിഞ്ഞ എമിലിയും ജാനറ്റും അവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. ആരാ തട്ടിക്കൊണ്ടുപോയത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? ആരാ കൂടെയുണ്ടായിരുന്നത്? പിക്കപ്പ് വണ്ടി ആരുടേതാണ്? അത് ആരാണ് കൊണ്ടുപോയത്? ബോട്ട് കൊണ്ടുവന്നത് ആരാണ്? ആരുടെ ബോട്ട്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളുമായി SI എമിലിയെയും ജാനറ്റിനെയും നേരിട്ടു. എമിലി കൂസലൊന്നുമില്ലാതെ മറുപടി നൽകി. സാറേ, പിക്കപ്പ് വണ്ടിയുമായി വന്നത് എൻ്റെ ഇളയ മോൻ ശൗരിക്കുട്ടിയാ. ഡെന്നിച്ചൻ വിളിച്ച ആ പെണ്ണ് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി അവരിവിടുന്ന് പോയി. പിന്നെ ശൗരിക്കുട്ടി ഫോണിൽ വിളിച്ചു പറഞ്ഞ് പെണ്ണ് ഡെന്നിച്ചൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ഇപ്പം ഒരു ബോട്ട് കയറി കടലിൽ കൂടെ പോണു. നിങ്ങളാരും വീട്ടിലിരിക്കണ്ട, അയലന്തരത്ത് പോയിരുന്നോ എന്ന്. അവരെങ്ങോട്ടാ പോണത്, എവിടെയാ എന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു. ഇപ്പം ഇത്ര അറിഞ്ഞാൽ മതി. ബാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു പറയാം. ഇപ്പം ഫോൺ ഓഫ് ചെയ്യുവാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫോൺ എവിടെ? ദാ എൻ്റെ കയ്യിലുണ്ട്. എമിലി കയ്യിലിരുന്ന ഫോൺ കാണിച്ചു. ഇതിൽ തൊടാൻ അറയ്ക്കുമല്ലോ. SI അത് വാങ്ങി നോക്കി. സാറേ, പഴയ 500 രൂപയുടെ ഫോണാ, എമിലി പറഞ്ഞു. SI അതിലെ കോൾ ലിസ്റ്റും ഓരോ കോളിൻ്റെയും സമയ ദൈർഘ്യവും നോക്കി. ജാനറ്റിനോടും തിരിച്ചും മറിച്ചും പല ചോദ്യങ്ങളും ചോദിച്ചു. ശൗരിക്കുട്ടി മുൻപ് വീട്ടിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഉവ്വ് എന്ന് മറുപടി നൽകി. മറിയമ്മയുടെ വീടിന് ചുറ്റും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയാണ് പിക്കപ്പിൽ വന്ന് ഡെന്നിച്ചനെ കൂട്ടിക്കൊണ്ടുപോയി ആൻഡപ്പൻ പീറ്ററുടെ മകളെ പൊക്കിയതെന്നും കടൽമാർഗമാണ് അവർ രക്ഷപ്പെട്ടതെന്നും അറിഞ്ഞ് ചെല്ലിക്കടപ്പുറത്തുകാർ മൂക്കത്തു വിരൽ വെച്ചുപോയി. ചത്തുപോയെന്ന് കരുതിയ ശൗരിക്കുട്ടി കാരക്കാട്ട് സൈമൺ തരകൻ കൊന്നു കടലിൽ കെട്ടിത്താഴ്ത്തി എന്ന് തങ്ങൾ വിശ്വസിച്ചിരുന്ന ശൗരിക്കുട്ടി, സൈമൺ തരകൻ്റെ മകനായ ശൗരിക്കുട്ടി, അവൻ എവിടെയായിരുന്നു? എങ്ങോട്ട് പോയി? ശൗരിക്കുട്ടിയും ഡെന്നിച്ചനും ഷീബ മേരിയും എവിടെ ഒളിച്ചാലും അവരെ പൊക്കിക്കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് SIയുടെ പോലീസ് ബുദ്ധിയിൽ തോന്നി. ഡെന്നിച്ചൻ്റെ കുടുംബാംഗങ്ങളെയെല്ലാം കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിടുക, ശരിക്കും ചോദ്യം ചെയ്ത് അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക, വേണ്ടി വന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക. ആൻഡപ്പൻ പീറ്ററും അവരുടെ ആൾക്കാരുമായി ആലോചിച്ച് പോലീസ് പദ്ധതി തയ്യാറാക്കി. വനിതാ പോലീസിനെ വരുത്തി ജാനറ്റിനെയും എമിലിയെയും കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആഞ്ചലോസും കസ്റ്റഡിയിലായി. പരിക്കേറ്റ് കിടന്ന കുഞ്ഞന്നയെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. അടുത്ത ഭാഗം നാളെ.